ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2025 ഒരു അഡ്വഞ്ചർ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ഫൗണ്ടൈൻ ഓഫ് യൂത്ത് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മൂവിയെ പറ്റി വേറെ ഒന്നും പറയുന്നില്ല. അഡ്വഞ്ചർ ത്രില്ലർ മൂവീസ്, അതേപോലെ തന്നെ ട്രഷർ ഹണ്ടിങ്, ഈ ഒരു മൂവീസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. കൂടാതെ ആ ഒരു ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെച്ചേക്കുക, പിന്നെ ഒരു ലൈക്കും, ഇത്ര മാത്രം. അപ്പൊ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പൊ ഈ ഒരു കഥയുടെ തുടക്കത്തിൽ നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള ലൂക്കിനെയാണ് കാണിക്കുന്നത്. ലൂക്ക് ഇപ്പോൾ ഒരു പഴയ സ്കൂട്ടറിലെ ഒരു കുഴപ്പമില്ലാതെ നല്ല ഹാപ്പി ആയിട്ട് അങ്ങനെ ഓടിച്ചു പോവാണ്. ഇപ്പൊ ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയോ? കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ലൂക്കിന്റെ രണ്ടു വശങ്ങളിലായിട്ട് രണ്ട് കാറ്, പുറകിലൊരു ബൈക്ക്, മുന്നിലൊരു ബൈക്ക്, അങ്ങനെ അവനെ വളഞ്ഞുകൊണ്ട് ഒന്ന് രണ്ടുപേരും ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോഴാണ് ആ ഒരു കാറിനകത്തിരിക്കുന്ന ഒരു ചൈനക്കാരൻ ലൂക്കിനോട് പറയുന്നത്, ഏയ് നീ മോഷ്ടിച്ചോണ്ട് പോകുന്നത് എന്റെ മുതലാളിയുടെ പെയിന്റിംഗ് ആണ്, അത്രയും വില കൂടിയൊരു പെയിന്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കാണ് ഹീറോയുടെ തോളിലെ ആ ഒരു ട്യൂബ് പോലെയുള്ള ഒരു ബാഗ് ഉണ്ടല്ലോ, അതിനുള്ളിലുള്ളത് വില കൂടിയൊരു പെയിന്റിംഗ് ആണ്. അത് ഹീറോ മോഷ്ടിച്ചുകൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്ര കൂളായിട്ട് പോകുന്നത്. അങ്ങനെ ആ ഒരു ചൈനക്കാരൻ ലൂക്കിനെ ഭീഷണിപ്പെടുത്തുമ്പോഴത്തേക്കും ലൂക്ക് പറയും, ഓ നിന്റെ ബോസിന്റെ ആണോ? ശരി ശരി, എന്തായാലും നിങ്ങളോട് വഴക്കിടാനും ഞാൻ തയ്യാറല്ല, ഞാൻ ഇപ്പൊ തന്നെ തരാം, വണ്ടി അങ്ങോട്ട് നിർത്തിയാൽ മതി എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവൻ ആ ഒരു വണ്ടിയുടെ ബ്രേക്ക് അങ്ങ് പിടിക്കുന്നതും ഇവര് വണ്ടിയും കൊണ്ട് നേരെ മുന്നിലേക്ക് അങ്ങ് പോയി. ആ ഒരു ഗ്യാപ്പിൽ ലൂക്ക് വണ്ടി മറ്റൊരു വശത്തേക്ക് തിരിച്ച് അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോവാണ്. എന്നിരുന്നാലും ഒരു കുഴപ്പമില്ലാതെ ടെൻഷൻ അടിക്കാതെ സമാധാനമായിട്ട് തന്നെയാണ് ഹീറോ വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ ഓടിച്ചോടിച്ച് നല്ലതുപോലെ തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പുറകെ വരുന്ന വണ്ടി മറ്റുള്ള വണ്ടികളിലേക്ക് ഇടിച്ച് ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്കും അവരുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോയേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഒരു വലിയ പടിക്കെട്ടുണ്ട്, അതുവഴിയെല്ലാം സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് പോകുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെയുള്ള ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട്, അതിന് മുകളിലേക്ക് ഇങ്ങനെ ഓടിച്ചു കയറും. അപ്പോഴേക്കും ഒരു ബൈക്കിൽ വരുന്ന ഒരു ഹീറോയുടെ പുറകെ തന്നെ വരുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് അവരെല്ലാവരെയും വെട്ടിച്ചിട്ട് ഒരു വിധത്തിൽ ആ ഒരു ബിൽഡിങ്ങിൽ നിന്ന് പുറത്തേക്ക് വന്ന് ലൂക്ക് ആ ഒരു സ്കൂട്ടർ ഓടിച്ച് കുറച്ച് മുന്നിലേക്ക് വരുന്നതും ഈ ഒരു ചൈനക്കാരൻ വണ്ടി കൊണ്ട് ഇടയ്ക്ക് വെച്ചു കൊടുക്കും. അതിലിടിച്ചിട്ട് ലൂക്ക് തെറിച്ച് താഴേക്ക് വന്ന് വീഴും. അപ്പോൾ എന്താ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു തെരുവിലുള്ള ആളുകളെല്ലാം കൂടി ഈ ഒരു ചൈനക്കാരന് വഴക്കിടുന്ന സമയത്ത് നമ്മുടെ ലൂക്കിന്റെ ഫോൺ താഴെ വീണിരുന്നു. ആ ഒരു ഫോൺ എടുത്ത് അവിടെ നിന്ന് അങ്ങനെ ഓടിപ്പോകുന്നതും ഈ ഒരു ചൈനക്കാരൻ അത് ചെയ്യുന്ന വെച്ചാൽ ഒരു തോക്കെടുത്ത് മുകളിലേക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെയുള്ള എല്ലാവരും പേടിച്ച് പല വഴിക്ക് ഓടും. അങ്ങനെ ലൂക്ക് അവിടെ നിന്ന് ഓടി വെളിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് അവിടെയുള്ള ഒരാള് അവന്റെ ബൈക്കിന്റെ പുറകിൽ ഒരു അടുപ്പെല്ലാം വെച്ചിട്ട് ഈ സ്ട്രീറ്റ് ഫുഡ് ഉണ്ടല്ലോ അതുണ്ടായി കൊടുക്കാണ്. പക്ഷെ അതൊന്നും നമ്മുടെ ഹീറോ നോക്കത്തില്ല. ഓടി വന്ന ആ ഒരു ബൈക്കും സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു അടുപ്പും കൊണ്ട് അങ്ങനെ വലിച്ചോണ്ട് പോവാണ്. ഇപ്പോഴും നമ്മുടെ ചൈനക്കാരൻ ഹീറോയുടെ പുറകെ തന്നെ വരുന്നുണ്ട്. ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ ഒരുപാട് ദൂരം വണ്ടി ഓടിച്ചോണ്ട് പോയിട്ട് ഒരു വിധത്തില് ആ ഒരു അടുപ്പിന്റെ ലോക്ക് ഉണ്ടല്ലോ അതങ്ങ് അഴിച്ചു വിടുന്നതും ഇപ്പൊ ഈ ഒരു അടുപ്പ് ഇടിച്ചോണ്ട് ഈ ഒരു ചൈനക്കാരന്റെ വണ്ടി നല്ല വേഗതയിൽ മുന്നോട്ട് വന്നിട്ട് വേറെ കുറെ കാടുകളിലേക്ക് കൊണ്ടിരിക്കുന്നു. അതും പോലീസ് ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ ആ ഒരു പോലീസുകാരെല്ലാം വന്നിട്ട് ചൈനക്കാരനെ വളയുമ്പോഴത്തേക്കും ചൈനക്കാരനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ നമ്മുടെ ഹീറോ ഇപ്പൊ ആ ഒരു സ്കൂട്ടറും കൊണ്ട് അവിടെ നിന്ന് പോകുന്നത് അടുത്തൊരു വലിയ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, അവിടേക്കാണ്. അങ്ങനെ വണ്ടി ഓടിച്ചിട്ട് നേരെ ആ ഒരു റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിലേക്ക് ഓടിച്ചുകൊണ്ട് പോകും. കാരണം ഇപ്പൊ ഇവിടെ നിന്നൊരു ട്രെയിൻ പോകുന്നുണ്ട്, അതെങ്ങനെയും പിടിക്കണം. അങ്ങനെ ആ ഒരു പ്ലാറ്റ്ഫോമിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ആ ഒരു ട്രെയിൻ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വിട്ടു. പക്ഷെ പ്ലാറ്റ്ഫോം കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ലൂക്ക് ആ ഒരു വണ്ടി പ്ലാറ്റ്ഫോമിലൂടെ ഓടിച്ചോണ്ട് പോവാണ്. എല്ലാവരും പറയുന്നുണ്ട് മാറുന്നെല്ലാം പറഞ്ഞ് അവസാനം ആ ഒരു വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടി ആ ഒരു ട്രെയിനിന്റെ പുറകിൽ പിടിച്ചങ്ങ് കയറുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ഈ ഒരു ട്രെയിനകത്തിരുന്നിട്ട് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹീറോ കിടന്ന് ഉറങ്ങുന്നുണ്ട്. എന്നിട്ടൊരു സ്വപ്നം കാണുന്നു. ആ ഒരു സ്വപ്നത്തിൽ എന്താണെന്ന് വെച്ചാല് വലിയൊരു ട്രഷർ ഉള്ള ഒരു സ്ഥലം, ഒരുപാട് നിധിയെല്ലാം ഉള്ള ഒരു സ്ഥലത്തേക്ക് അതിനകത്തേക്ക് പോകുന്നത് പോലെയും അതേപോലെ തന്നെ അവന്റെ അച്ഛന്റെ കാര്യങ്ങളെല്ലാം ഓർക്കുന്നുണ്ട്. കാരണം ഇവരെല്ലാവരും ഈ ഒരു ട്രഷർ ഹണ്ടിങ്, ഈ അഡ്വഞ്ചർ ആയിട്ടുള്ള യാത്രകളൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ നടത്തുന്നവരാണ്. അപ്പൊ ആ ഒരു കാര്യങ്ങളെല്ലാം ഹീറോ അങ്ങനെ കണ്ടിട്ട് ആ ഒരു സ്വപ്നവും കണ്ട് കണ്ണു തുറക്കുമ്പോഴത്തേക്കാണ് ഹീറോയുടെ മുന്നിലായിട്ട് വേറൊരു പെണ്ണ് അവരെ തന്നെ നോക്കിയിരിക്കുന്നു. അല്ല നീ എന്തിനാ എന്നെ നോക്കിയിരിക്കുന്നത് ചോദിക്കുമ്പോൾ അവളുടെ പേര് എയ്സ എന്നാണ്. എന്നിട്ട് ഹീറോയോട് പറയും, ഓക്കെ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി അവിടെ ഇരിക്കും, കാരണം ഇവിടെ ചുറ്റിനായിട്ടിരിക്കുന്ന എല്ലാവരും എന്റെ ആളുകൾ തന്നെയാണ്. ഇപ്പോൾ നിന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു പെയിന്റിംഗ് ഇല്ലേ, അതൊരിക്കലും നിന്റെ കയ്യിലിരിക്കാൻ പാടുള്ളതല്ല. കാരണം ആ ഒരു പെയിന്റിംഗ് നിന്റേതോ അല്ല, അതേപോലെ തന്നെ ആ ഒരു പെയിന്റിങ്ങിന് സ്വന്തക്കാരായിട്ട് ആരുമില്ല. അതുകൊണ്ട് ഈ ഒരു പെയിന്റിങ് ഈ ലോകത്തിന്റെ നല്ലതിന് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുപോകാണെന്ന് പറഞ്ഞു അവൾ അത് എടുത്തോണ്ട് പോകുമ്പോഴത്തേക്കും ഹീറോ വിടോ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടേക്ക് കൊണ്ടുവരാൻ അറിയാമെങ്കിൽ അതെന്തായാലും വിടാൻ അവൻ തയ്യാറല്ല. അങ്ങനെ ആ ഒരു പെയിന്റിങ് പിടിച്ചു വെച്ച് ഇപ്പോൾ എയ്സയുടെ ആളുകളെല്ലാം കൂടി നമ്മുടെ ഹീറോയെ വന്ന് അടിക്കുകയാണ്. അങ്ങനെ ഹീറോ ഒറ്റയ്ക്ക് ആ ഒരു ട്രെയിനകത്ത് കിടന്ന് എല്ലാവരോടും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എയ്സ അവളാണെങ്കിൽ ഈ ബാഗ് വിടുന്നില്ല. കാരണം അവൾ നല്ലതുപോലെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു അസാസിനാണെന്ന് തോന്നുന്നു. നല്ലതുപോലെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഹീറോ തിരിച്ചു ഫൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ഒരു റൊമാൻറ്റിക് ആയിട്ട് ഫൈറ്റ് ചെയ്യുമല്ലോ, കെട്ടിപ്പിടിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ കെട്ടിപ്പിടുത്തം. ഈ ഒരു രീതിയിൽ അവളോട് നല്ലതുപോലെ ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവളാണെങ്കിൽ അവളുടെ കയ്യിലുള്ള ആ ഒരു കത്തി എടുത്തിട്ട് ഒറ്റയേറ് ജസ്റ്റ് മിസ് അത് കൊള്ളാതെ നിൽക്കുന്നു. അവസാനം ഹീറോ എയ്സയെ അടുത്തുള്ള ആ ഒരു മുറിക്കകത്ത് പൂട്ടിയിട്ട് ഡോറിന്റെ ആ ഒരു ഭാഗത്ത് ഒരു കറണ്ടി എടുത്തിട്ട് ഹീറോ ഇപ്പൊ പതിയെ ഒരു ട്രെയിനിന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് അതിന്റെ ഡോർ ഉടച്ച് നേരെ ഇതിന് മുകളിലേക്ക് കയറി നിൽക്കാണ്. എന്നിട്ട് ആരും ഒരാളെ വിളിക്കാനും ശ്രമിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് എയ്സ ഈ ഒരു റൂമും തുറന്ന് വെളിയിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും ഹീറോയെ അവിടെ കാണുന്നില്ല. ഇപ്പൊ ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാല് ഈ ഒരു ട്രാക്കിന്റെ സൈഡിലായിട്ട് തന്നെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്, അതിലേക്ക് ചാടി വീണ് അടുത്താണെങ്കിൽ ഒരു ഷെഡ് ഉണ്ട്,
അതിന് മുകളിലേക്ക് വന്ന് വീണിട്ട് നേരെ വെളിയിലേക്ക് ഇറങ്ങി വേറൊരാൾ പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും ട്രെയിൻ മിസ്സായിപ്പോയി, ഇനി അത്രയും ദൂരം എനിക്ക് നടക്കാനൊന്നും വയ്യ, നീ എന്തായാലും എന്നെ വിളിക്കാനായിട്ട് ഇവിടേക്ക് വരണം, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എന്നെ വിളിക്കാൻ വരണമെന്ന് പറയുന്നതും ഈ ഒരു മൂവിയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ ആയിട്ടുള്ള ഷാർലറ്റിനാണ്. ഷാർലറ്റ് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയുടെ സഹോദരി. ഇപ്പോൾ ഷാർലറ്റ് ഉള്ളത് അവളുടെ ഭർത്താവായിട്ട് ഡിവോഴ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം സംസാരിച്ച് അങ്ങനെ അവള് വെളിയിലേക്ക് വർക്ക് ചെയ്യാനായിട്ട് ആ ഒരു മ്യൂസിയത്തിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിൻ ഒരു മ്യൂസിയത്തിലാണ് വർക്ക് ചെയ്യുന്നത്. വെളിയിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ ലൂക്ക് അവിടെ ഇരിക്കുന്നു. ഹേയ് ലൂക്ക്, നീ എന്താ ഇവിടെ? അല്ലെങ്കിൽ എന്നെ കാണാനായിട്ട് അധികം അങ്ങനെ വരാറില്ലല്ലോ, അല്ല നീ എപ്പോഴും ഇംഗ്ലണ്ടിൽ വന്നേ എന്നെല്ലാം ചോദിക്കുമ്പോഴത്തേക്കാണ് ഹീറോ എഴുന്നേറ്റിട്ട്, വേറെ ഒന്നും അല്ലാതെ അവിടെ ഒരു പെയിന്റിംഗ് അല്ലേ, അതിലെന്തോ ഒരു കാര്യം ഡിഫറെന്റ് ആയിട്ടുണ്ട്, ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്ക്, അല്ലാന്നുണ്ടെങ്കിൽ നിന്റെ മ്യൂസിയത്തിലുള്ള മേലധികാരികളോട് ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് നല്ല ഇതിൽ പ്രൊമോഷൻ തന്നെ കിട്ടും. ഇത് കേൾക്കുന്ന ഹീറോയിൻ ആണെങ്കിലോ ഓക്കെ പോയി നോക്കാന്ന് പറഞ്ഞിട്ട് അവള് നേരെ ആ ഒരു പെയിന്റിംഗ് അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഹീറോ ആ ഒരു ഗ്യാപ്പില് മറ്റൊരു പെയിന്റിംഗ് എടുത്തിട്ട് അവിടുന്ന് ഒരു ഒറ്റ ഓട്ടം. അപ്പൊ ഇത് കണ്ട ഹീറോയിൻ ആയാലും എടാ നിൽക്കടോ അവിടെ, നീ ഇതിനാണോ വന്നതെന്ന് പറഞ്ഞിട്ട് അവന്റെ പുറകെ തന്നെ പോകുന്നുണ്ട്. ഹീറോ ആണെങ്കിലോ നല്ല വേഗതയിൽ ഓടിയിട്ട് മ്യൂസിയത്തിന് വെളിയിലായിട്ട് ഒരു കാർ ഇട്ടിട്ടുണ്ട്. ആ ഒരു കാറിലേക്ക് കയറി ഇരിക്കുമ്പോഴത്തേക്കും ഹീറോയിൻ പുറകെ വന്ന്, എന്റെ പൊന്നനിയ പ്ലീസ് നീ ഇതും കൊണ്ട് ഇവിടെ നിന്ന് പോരുത്, ഇപ്പൊ തന്നെ മ്യൂസിയത്തിലെ സെക്യൂരിറ്റി അലാറം നല്ലതുപോലെ അടിച്ചിട്ടുണ്ട്, പെട്ടെന്ന് പോലീസ് വരും, അതുകൊണ്ട് ഈ ഒരു പെയിന്റിംഗ് നീ എനിക്ക് തിരിച്ചു തരുന്നതായിരിക്കും നല്ലത്. ഇത് കേൾക്കുന്ന ഹീറോ പറയും, ചേച്ചി ഞാൻ, അച്ഛൻ, നീ, നമ്മൾ മൂന്നുപേര് ചെയ്തിരുന്ന ആ ഒരു അഡ്വഞ്ചർ ഇതെല്ലാം നീ മറന്നു, ശരി നിനക്കിപ്പോ പെയിന്റിംഗ് അല്ലേ വേണ്ടേ, വേണമെന്നുണ്ടെങ്കിൽ നീ കാറിലേക്ക് കയറാൻ പറയുമ്പോൾ കാറിൽ കയറിയേ തരൂ എന്നും പറഞ്ഞിട്ട് ഹീറോയിനോടി ആ ഒരു കാറിലേക്ക് കയറുന്നത്. ഹീറോ അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് പോവാണ്. വല്ല കാര്യം ഉണ്ടായിരുന്നു? എന്നിട്ട് ആ ഒരു കാറ് പോകുന്ന വഴിക്കെല്ലാം ഡ്രിഫ്റ്റ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോവാണ്. കാരണം ഇതെങ്ങനെയൊക്കെ ഓടിച്ചാലും ഒരു വിധത്തിൽ മറിയുന്നില്ല, ആ ഒരു രീതിയിൽ ഹീറോ ഓടിക്കുന്നുണ്ട്. ഇപ്പൊ കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ ഹീറോയുടെ പുറകിൽ പോലീസും വരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ ഈ ഒരു പോലീസിനെ പിടിച്ച് നല്ല വേഗതയിൽ ഓടും. അപ്പോഴും ഹീറോയും പറയുന്നുണ്ട്, പ്ലീസ് ആ ഒരു പോലീസുകാർക്ക് എന്തായാലും നിന്നെ പിടിക്കാൻ കഴിയും, നീ കീഴടങ്ങാൻ പറയുമ്പോൾ ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാല് നേരെ ഒരു വലിയ ബസ് പോകുന്നുണ്ട്. ആ ഒരു ബസ്സിന് മുന്നിൽ വേറൊരു ട്രക്ക് ഉണ്ട്, അതിന്റെ പുറകിലേക്ക് ഓടിച്ചങ്ങ് കയറ്റാണ്. അപ്പൊ ഈ ഒരു പോലീസുകാർ പുറകിൽ വരുമ്പോഴത്തേക്കും അവൻ ഈ ഒരു ട്രക്കിൽ കയറിയ കാര്യം കണ്ടില്ല. പോലീസുകാർ അടുത്തെത്തുന്നതിന് മുന്നേ തന്നെ ആ ഒരു ട്രക്ക് അങ്ങ് ക്ലോസ് ചെയ്യുന്നതും അതിനകത്ത് ഹീറോയുടെ ടീം തന്നെയായിരുന്നു. അപ്പൊ ആ ഒരു ട്രക്കിലുള്ളത്, അപ്പൊ ആ ഒരു ട്രക്കിൽ മുന്നിൽ ഓടിക്കാനിരിക്കുന്നത് ഡെബ് എന്ന് പറഞ്ഞൊരു പെണ്ണും അതേപോലെ തന്നെ പാട്രിക് എന്ന് പറഞ്ഞ ഒരു സഹായിയും. ഇവര് രണ്ടുപേരും ഹീറോയുടെ അച്ഛനുണ്ടല്ലോ അവരുടെ സഹായികളായിരുന്നു. അപ്പോൾ ഹീറോയും ചോദിക്കും, അല്ല ഇവര് രണ്ടുപേരും നീ അച്ഛനെ പോലെ തന്നെ കൂടെ കൊണ്ട് നടക്കുകയാണോ എന്നെല്ലാം ചോദിക്കുമ്പോൾ ഹീറോ പറയും, അതൊക്കെ ഞാൻ പിന്നീട് പറയാമെന്നും പറഞ്ഞിട്ട് പാട്രിക്കിനോട് പറയും, ഓക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യം ആ ഒരു പെയിന്റിങ്ങിലുണ്ടോ എന്ന് നോക്കാൻ പറയുമ്പോൾ അവനിപ്പോൾ നല്ലതുപോലെ ആ ഒരു പെയിന്റിങ് പരിശോധിച്ചിട്ടാണ് പറയുന്നത്, പെയിന്റിങ് ഒറിജിനൽ തന്നെയാണ്, പക്ഷെ നമുക്ക് ആവശ്യമായുള്ള ആ ഒരു കോഡ് ഉണ്ടല്ലോ അത് ഇതിനകത്തില്ല, അതെങ്ങനെ കാണാതെ പോയെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോൾ ഇതെല്ലാം കേട്ട ഹീറോയിനായാലും, ഹേയ് എന്ത് കോഡ്, നിങ്ങൾ എന്തിനെ പറ്റിയാ സംസാരിക്കുന്നത് എന്നെല്ലാം ചോദിക്കുമ്പോൾ ഹീറോ പറയും, ചേച്ചി ഇങ്ങ് വാ ഇപ്പൊ പറഞ്ഞുതരാം എന്നും പറഞ്ഞിട്ട് അടുത്തേക്ക് വിളിച്ച് അവളുടെ മുഖത്തേക്ക് ഒരു സ്പ്രേ അടിച്ചു കൊടുക്കുന്നതും അവളുടെ ബോധം പോയി താഴെ വീഴും. കുറച്ച് കഴിഞ്ഞിട്ട് ഹീറോയിൻ കണ്ണു തുറക്കുമ്പോഴത്തേക്കും ഈ ഒരു മ്യൂസിയത്തിന്റെ വെളിയിലുള്ള ഒരു ചെയറിലാണ് ഹീറോയിൻ ഇരിക്കുന്നത്. അല്ല ഞാനിപ്പോ എങ്ങനെ ഇവിടെ വന്നത് എന്നറിയാതെ അവൾ നേരെ ആ ഒരു മ്യൂസിയത്തിനകത്തേക്ക് ചെല്ലുമ്പോൾ പോലീസുകാർ അവിടേക്ക് വന്നിട്ട് കാര്യങ്ങളെല്ലാം പരിശോധിക്കാണ്. അപ്പൊ അതിന്റെ ചീഫ് നമ്മുടെ ഹീറോയിനെ കാണുമ്പോൾ അവളോട് ചോദിക്കുന്നുണ്ട്, അല്ല നീ ഈ ഒരു മോഷണത്തിലെ അവരെ സഹായിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലില്ല ഞാൻ അയാളെ തടയാനാണ് ശ്രമിച്ചത്, വേണമെങ്കിൽ CCTV ഒന്ന് പരിശോധിച്ച് നോക്ക്. അപ്പൊ ആ ഒരു ഡിറ്റക്റ്റീവ് പറയും, ഇല്ല ഈ പെയിന്റിംഗ് മോഷ്ടിച്ചത് നിന്റെ സഹോദരനാണ്, അവൻ എവിടെയാണുള്ളതെന്ന് സത്യം പറഞ്ഞു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഈ ഒരു പെയിന്റിംഗ് ഇരുന്ന ആ ഒരു സ്ഥലത്തെ ഡോർ ഉണ്ട്, അത് ചടച്ചാണ് വെച്ചേക്കുന്നത്, അതിപ്പോ തുറക്കുമ്പോഴത്തേക്കാണ് എല്ലാവരും അന്തം പെടുന്നത്, വേറെ ഒന്നുമല്ല മോഷണം പോയ ആ ഒരു പെയിന്റിംഗ് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഹീറോയും പറയും, ശരി നിങ്ങൾക്ക് ഇവിടെ ജോലിയില്ല, പെയിന്റിംഗ് തിരിച്ചു കിട്ടിയല്ലോ, നിങ്ങൾ ഇവിടെ നിന്ന് പൊയ്ക്കോന്ന് പറഞ്ഞ് ഡിറ്റക്റ്റീവിനെ അവിടെ നിന്ന് പറഞ്ഞു വിടും. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോയിൻ നേരെ തന്റെ മകനെ കാണാമെന്ന് പറഞ്ഞിട്ട് അവളുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് ചെല്ലാണ്. അപ്പോഴേക്കാണ് ആ ഒരു ഭർത്താവ് ഡോർ വന്നിട്ട് ഹീറോയിനോട് പറയുന്നത്, എന്തായാലും കുറച്ച് നാള് പയ്യനെ നോക്കാനുള്ള ആ ഒരു ചാൻസ് എനിക്കാണുള്ളത്, അതുകൊണ്ട് ഇപ്പൊ എന്തായാലും കാണാൻ കഴിയത്തില്ല, നീ അവന്റെ അടുത്ത് നിന്ന് കുറച്ച് നാൾ മാറി നിൽക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുമ്പോൾ ഹീറോയിൻ ഇപ്പോൾ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ്. അങ്ങനെ നേരെ പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ പാട്രിക്കിന്റെ വീട്ടിലേക്ക്. അവിടെ ചെന്നിട്ട് അകത്തേക്ക് കയറുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയും അവന്റെ മൊത്ത ടീമും ഇവിടെയാണുള്ളത്. ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ കാണാത്ത ഒരു കണ്ണടിയിട്ട പുതിയ ഒരാള് അതിനകത്ത് നിൽപ്പുണ്ട്. അവന്റെ പേര് ഓവൻ എന്നാണ്. അവനാണ് ഈ ഒരു സിറ്റിയിലെ വലിയ പണക്കാരൻ. ഹീറോ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും പണം കൊടുക്കുന്നത് അവനാണ്. അപ്പോൾ ഹീറോയിൻ അകത്തേക്ക് വന്നിട്ട് ഹീറോയോട് ചോദിക്കും, സത്യം പറയല്ലോ ഇവിടെ എന്താ സംഭവിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ ഓവൻ എന്ന് പറഞ്ഞ ആ ഒരു പണക്കാരൻ അവന് വലിയൊരു ക്യാൻസർ ഉണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് നാളുകൂടി ഉള്ളൂ അവൻ ജീവിച്ചിരിക്കുന്നത്, ഉടനെ തന്നെ മരണപ്പെടും. അങ്ങനെ മരണപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു അത്ഭുത ജലം കുടിക്കണം, ഫൗണ്ടെയിൻ ഓഫ് യൂത്ത് എന്നാണ് അതിനെ പറയുന്നത്. വേറൊന്നുമല്ല, അവിടെ ഒരു ഉറവയുണ്ട്, ആ ഒരു ഉറവിൽ നിന്ന് വരുന്ന വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ചെറുപ്പമായിട്ട് തന്നെ നിൽക്കാൻ കഴിയും. അപ്പൊ അത് കണ്ടുപിടിക്കാനുള്ള മൊത്ത പണവും ഇപ്പൊ നമ്മുടെ ഹീറോയ്ക്ക് വേണ്ടിയിട്ട് ഓവൻ സ്പോൺസർ ചെയ്തേക്കാണ്. അപ്പൊ ഇത് കേട്ട ഹീറോയും പറയും, ഫൗണ്ടെയിൻ ഓഫ് യൂത്തോ അതൊക്കെ വെറും കെട്ടുകഥകളാണ്, ഇപ്പോഴും വിശ്വസിക്കാണെന്ന് ചോദിക്കുമ്പോൾ അതുമല്ലാതെ ആർക്കും ഇതുവരെ കണ്ടുപിടിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഹീറോ പറയും, ഇല്ല ചേച്ചി 1600കളിൽ അത് സത്യമാണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് ഇവര് കണ്ടുപിടിച്ച കാര്യങ്ങളുണ്ടല്ലോ അതെല്ലാം ഇവിടെ പ്രൊജക്ടറിൽ ഇങ്ങനെ ഇട്ട് കാണിച്ചു കൊടുക്കാണ്. എന്നിട്ട് ഹീറോ പറയും, സത്യത്തിൽ ഇത് വേറെ ആരും ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല, അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി അവിടേക്ക് പോകാനായിട്ടുള്ള ആ ഒരു ക്ലൂ എല്ലാം
6 പെയിന്റിങ്ങുകളിലായിട്ട് ഒരു കോഡ് പോലെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിലിപ്പോ 5 പെയിന്റിങ് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നും പറഞ്ഞ് ഓരോ പെയിന്റിങ്ങിനെ കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും സ്റ്റാർട്ടിങ്ങിൽ ഒരു ചൈനക്കാരന്റെ കയ്യിൽ നിന്ന് ഒരു പെയിന്റിങ് മോഷിച്ചുകൊണ്ട് പോയല്ലോ. ആ ഒരു പെയിന്റിങ് കാണുമ്പോൾ ഹീറോയിൻ ചോദിക്കും, കഴിഞ്ഞ 100 വർഷമായിട്ട് ഇത് കാണാതിരിക്കുമായിരുന്നു, ഇത് നീ എവിടുന്നാ കണ്ടുപിടിച്ചേ എന്നിങ്ങനെ ഹീറോയിൻ ചോദിക്കുമ്പോഴത്തേക്കാണ് ഹീറോ പറയുന്നത്, 6ാമത്തെ പെയിന്റിങ് നിന്റെ മ്യൂസിയത്തിലായിരുന്നു, പക്ഷെ അവിടെ വന്ന ആ ഒരു പെയിന്റിങ് പരിശോധിക്കുമ്പോഴത്തേക്കും അതിനകത്ത് ആ ഒരു കോഡില്ല. അതുകൊണ്ട് അത് വരച്ച ആ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ, അയാളെ പറ്റി ഞാൻ പഠിക്കാൻ പോവാണ്, അതുകൊണ്ട് എനിക്കത് കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് പറയുമ്പോഴത്തേക്കും ഹീറോയിൻ പറയും, ശരി നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ ഇതിലൊന്നും ഞാൻ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ നേരെ ഒരു ലൈബ്രറിയിലേക്ക് പോയിരുന്നു. ആ ഒരു ബുക്കെല്ലാം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് അവന്റെ അടുത്തേക്ക് ഒരു പെണ്ണ് വന്നിരിക്കുന്നു. വേറെ ആരുമല്ല, ഇസയാണ്. അവൾ വന്നിട്ട് ഇപ്പോൾ പറയുന്നത് എന്താ വെച്ചാല്, ഫൗണ്ടൻ ഓഫ് യൂത്ത് അതാരും കണ്ടുപിടിക്കാൻ പാടില്ല, നീ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സത്യം പറയാലോ നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറയുമ്പോഴത്തേക്കും, ഓ അങ്ങനെയാണല്ലേ, അപ്പോൾ നമ്മൾ വീണ്ടും കാണാൻ പോവാണോ, ഓക്കെ ഞാൻ എത്ര സർപ്രൈസ് ആണ്, അതുകൊണ്ട് നമുക്ക് ഒരു തവണ കൂടി കണ്ടുമുട്ടാന്ന് പറഞ്ഞിട്ട് അവളെ നല്ലതുപോലെ ഇങ്ങനെ കളിയാക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ഇപ്പോ അവളുടെ മകനൊരു മ്യൂസിക് ക്ലാസ് ഉണ്ട്, ഒരു കോമ്പറ്റീഷൻ പോലെ, അതിന് പങ്കെടുക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യാണ്. അങ്ങനെ അത് കണ്ടോണ്ടിരിക്കുമ്പോഴത്തേക്കാണ് അവളുടെ പുറകെ ഹീറോ വന്നിട്ട്, ചേച്ചി ആ ഒരു പെയിന്റിങ് എവിടെയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു, അത് കടലിനടിയിലാണുള്ളത്, അതൊരു ഷിപ്പിനുള്ളിൽ, അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി അവിടേക്ക് പോയാലോ, നല്ല അഡ്വഞ്ചർ ആയിരിക്കും എന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും, നീ ചെയ്തൊരു കാര്യം കാരണം ഇപ്പൊ എന്റെ ജോലിയും പോയിട്ട് കൊണ്ടിരിക്കുകയാണ്, അത്രയും ദേഷ്യമുണ്ട് എനിക്ക്, അതുപോലെ എന്റെ ഭർത്താവാണെങ്കിൽ ഇപ്പൊ എന്റെ മകനെയും എന്നെ നിന്ന് പിരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നീ ഇവിടെ നിന്ന് പോകാനായിട്ട് പറയുമ്പോഴത്തേക്ക് ഹീറോ എഴുന്നേറ്റ് കൈ അടിക്കുമ്പോഴത്തേക്കാണ് ഹീറോയിന്റെ മകൻ അവനെ കണ്ടിട്ട് ഓടി അവന്റെ അടുത്തേക്ക് വരും. എന്നിട്ട് മാമ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല മോനെ എന്നെല്ലാം പറഞ്ഞ് അവനോട് സംസാരിച്ച് അവനെ തിരിച്ചു പറഞ്ഞു വിടുന്നു. എന്നിട്ട് ഹീറോ പറയും, ഹേയ് നീ എന്തായാലും ഇപ്പൊ ജോലി ഇല്ലാതിരിക്കുകയാണ്, അതുകൊണ്ട് നീ എന്റെ ടീമിൽ ജോയിൻ ചെയ്യും, അതുപോലെ അത് കഴിഞ്ഞിട്ട് നിന്റെ മകനെ നിന്റെ അടുത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു കാര്യം അത് ഞാൻ ചെയ്തു തരാം, ഇപ്പൊ ഓക്കെ ആണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഹീറോയിൻ ഈ ഒരു അഡ്വഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ഹീറോയിൻ ഇപ്പോൾ ഇവരുടെ ആ ഒരു ടീമിൽ ചേരാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും ഒരു വലിയ കപ്പലിൽ കടലിന് നടുവിലേക്ക് പോവാണ്. അപ്പോൾ ഏകദേശം ഒരു 600 വർഷങ്ങൾക്ക് മുന്നേ ഒരു വലിയ കപ്പല് കടലിനടിയിൽ മുങ്ങിപ്പോയി. ആ ഒരു കപ്പലിനുള്ളിലാണ് ഈ ഒരു പെയിന്റിംഗ് ഉള്ളത്. ഇപ്പൊ ഇവരെല്ലാവരും കടലിനടിയിലേക്ക് പോകാൻ പോകുന്നില്ല, അതിന് പകരം മറ്റൊരു കാര്യമാണ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഓവൻ എന്ന് പറഞ്ഞ അവനാണെങ്കിൽ വലിയ പണക്കാരനായതുകൊണ്ട് തന്നെ കടലിനടിയിലേക്ക് ഒരു മെഷീനില് എയർ ബലൂൺസ് ഉണ്ടല്ലോ, അത് കൊണ്ടുവന്ന് ഈ ഒരു കപ്പൽ ഒട്ടിക്കും. എന്നിട്ട് അതിൽ കാറ്റ് നിറയ്ക്കുമ്പോഴത്തേക്കും ഈ ഒരു കപ്പൽ ഉൾപ്പെടെ ആ ഒരു എയർ ബാഗ് എല്ലാം കൂടി മുകളിലേക്ക് കൊണ്ടുവരാണ്. ഇത് മുകളിലേക്ക് വരുമ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്, കാരണം അത്രയും പഴക്കമുള്ള ഒരു കപ്പല്. അപ്പോഴേക്കും ഓവൻ പറയും, ഈ ഒരു എയർ ബാഗ് അധിക നേരം പിടിച്ചു നിൽക്കത്തില്ല, അതുകൊണ്ട് പെട്ടെന്ന് അതിനകത്തേക്ക് പോകാൻ പറയുന്നതും ഇപ്പോൾ നമ്മുടെ ഹീറോയിനും അതേപോലെ തന്നെ അവരെ കൊണ്ടുവന്ന ബോട്ടിൽ രണ്ടുപേരുണ്ട്. അങ്ങനെ ഇവരെ രണ്ടുപേരെ ആ ഒരു കപ്പലിനടുത്തേക്ക് ഇറക്കി വിട്ട് ഇപ്പൊ കാണിക്കുമ്പോൾ ആ ഒരു കപ്പൽ അങ്ങനെ മുകളിൽ നിൽക്കാണ്. മുങ്ങിപ്പോയി കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. ഇപ്പൊ ഹീറോയും ആ ഒരു കപ്പലിനകത്തേക്ക് വന്ന് ഇതിപ്പോ എവിടെ പോയി കണ്ടുപിടിക്കാനാണ്. അങ്ങനെ രണ്ടുപേരും ഓക്കെ നമുക്ക് എവിടെയെങ്കിലും പോയി കണ്ടുപിടിക്കാന്നും പറഞ്ഞ് അവരുടെ ആ ഒരു ബുദ്ധിയും കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് ഓരോ റൂമുകളായിട്ട് ഇങ്ങനെ പരിശോധിക്കാണ്. മൊത്തത്തിൽ പായലെല്ലാം പിടിച്ച് ഒരു ഹൊറർ ലുക്ക് ഉണ്ട്. അതേസമയം ഹീറോയുടെ ടീം ഉണ്ടല്ലോ, അവർ ശ്രദ്ധിക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു സ്ഥലത്തേക്ക് ഒരു ഹെലികോപ്റ്റർ വരുന്നത് പോലെ അവർ കണ്ടുപിടിക്കും. അപ്പൊ ഈ ഒരു കാര്യം ഹീറോയിനും പറയാമെന്ന് വിചാരിച്ചിട്ട് അവർ വിളിക്കുമ്പോഴത്തേക്കും ഈ ഹെലികോപ്റ്ററിൽ വരുന്നവരെന്തോ ജാമർ എന്തോ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, കാരണം സിഗ്നല് ഇവർക്ക് പോകുന്നില്ല. ഇവിടെ ചേച്ചി അനിയനാണെങ്കിലോ രണ്ടുപേരും ഒരു വലിയ റൂമിനകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഒരുപാട് ബോക്സുകൾ ഇരിപ്പുണ്ട്. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒന്നിലായിരിക്കാം ആ ഒരു പെയിന്റിംഗ് ഉള്ളത്. അപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട് ഹീറോയോട്, അനിയ നമ്മളിവിടെ സ്വർണ്ണമോ മറ്റു നിധികളോ കണ്ടുപിടിക്കാനല്ല വന്നിട്ടുള്ളത്, അതുകൊണ്ട് വേറെ ഒന്നും തൊട്ടുപോരുത്, ആ ഒരു പെയിന്റിങ് നോക്കുക, അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇപ്പോൾ രണ്ടുപേരും 2 വശങ്ങളിലായിട്ട് പോയി ഇങ്ങനെ അന്വേഷിക്കുകയാണ്. ഇപ്പോൾ വെളിയിൽ ആ ഒരു ഹെലികോപ്റ്ററിൽ കാണിക്കുമ്പോഴത്തേക്കും ഇവിടെ വന്നിട്ടുള്ളത് വേറെ ആരുമല്ല, നമ്മുടെ ഈസയും അവളുടെ ടീമുമാണ്. ഹീറോ ഈ ഒരു കാര്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇവിടേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ അവരെല്ലാവരും താഴേക്ക് ഇറങ്ങി തോക്കുമായിട്ട് ഇവരെ രണ്ടുപേരും അന്വേഷിച്ച് ആ ഒരു കപ്പലിനകത്തേക്ക് പോകുന്നു. ഇവിടെ ഉള്ളിൽ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ഇപ്പോൾ ഒരു ഗ്യാസ് കട്ടർ ഉപയോഗിച്ചിട്ട് അവിടെ ഒരു ബോക്സ് കട്ട് ചെയ്ത് അതിനകത്തൊരു പെട്ടിയുണ്ട്, അതെടുത്ത് തുറന്നു നോക്കുമ്പോഴത്തേക്കാണ് ഇവർ അന്വേഷിച്ച് വന്ന ആ ഒരു മാപ്പ് ഇതിനകത്താണുള്ളത്. അതുമല്ല ആ ഒരു മാപ്പ് ഇരിക്കുന്ന ബോക്സിൽ രത്നം, സ്വർണം, ഇങ്ങനെ ഒരുപാട് മാലയും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അത് ഹീറോ എടുക്കുമ്പോഴത്തേക്കും ഹീറോയും പറയും, നിന്നോട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു അതൊന്നും തൊട്ടുവരുതെന്ന്. അപ്പോൾ ഹീറോ പറയും, ശരി ശരി ഞാൻ തൊടത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും പതിയെ അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വരികയാണ്. അങ്ങനെ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും ഈശ്വര ടീം വെളിയിലുള്ള കാര്യം ഇവർക്ക് അറിയത്തില്ലല്ലോ. വെളിയിൽ വരുമ്പോൾ തന്നെ ഇവരെ രണ്ടുപേരെയും അവര് റൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ഹീറോ പറയും, ചേച്ചി നമുക്കുള്ള സമയം വന്നു എന്ന് പറഞ്ഞിട്ട് ഹീറോ ഇപ്പൊ അതിലുള്ള ഒരുത്തനെ ഒരു ഒറ്റയാടി. ഹീറോയിനാണെങ്കിലും നല്ലതുപോലെ വേറൊരുത്തനെ ഇടിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഇവരുടെ കൂടുതലുള്ള ഒരുത്തൻ ഹീറോയെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുമ്പോൾ ഹീറോ ആ ഒരു തോക്ക് പിടിച്ച് അങ്ങനെ മുകളിലേക്ക് ഷൂട്ട് ചെയ്യുന്നു. അത് തിരിച്ച് മാറ്റുന്നതാണ്. അപ്പോൾ ഇതിലെ ബുള്ളറ്റ് ആണെങ്കിലോ മുകളിലുള്ള ആ ഒരു ഹെലികോപ്റ്ററിൽ കൊള്ളുമ്പോഴത്തേക്കും ആ ഒരു ഹെലികോപ്റ്ററിന് എന്തോ കേടുപാട് സംഭവിച്ചിട്ട് ആ ഒരു പൈലറ്റ് പെട്ടെന്ന് അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. അതുമല്ല ഇവർ രണ്ടുപേരും തിരിഞ്ഞു മറിഞ്ഞെല്ലാം ഷൂട്ട് ചെയ്യുന്ന ആ ഒരു ബുള്ളറ്റ് ഈ ഒരു കപ്പലിൽ പൊക്കി നിർത്തുന്ന ആ ഒരു ബലൂൺസിലെല്ലാം കൊണ്ടിട്ട് അതും തകർന്ന് ഈ ഒരു കപ്പൽ ഉൾപ്പെടെ ഇപ്പൊ താഴേക്ക് മുങ്ങാൻ തുടങ്ങും. ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈസ ഹീറോയിനെ പിടിച്ചു വെച്ചിട്ട് തോക്കെടുത്ത് കാണിച്ചിട്ടാണ് പറയുന്നത്, മര്യാദയ്ക്ക് ആ ഒരു മാപ്പ് തന്നു, ഇല്ലാന്നുണ്ടെങ്കിൽ നിന്റെ സഹോദരിയെ ഞാൻ ഷൂട്ട് ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്കും ഹീറോയിനായാലും പറയുന്നുണ്ട് ലോക്ക് ആ ഒരു മാപ്പ് കൊടുക്കുമെന്ന് പറയുമ്പോൾ ഹീറോ അത് കൊടുക്കാതെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോഴാണ് കാണിക്കുമ്പോഴത്തേക്കും വേറെ ഒന്നുമല്ല, ഈ ഒരു കപ്പല് പൊക്കി നിർത്തിയിരിക്കുന്ന അവസാനത്തെ ആ ഒരു ബലൂണ്ടല്ലോ, അതും കൂടി പൊട്ടുമ്പോഴത്തേക്കും ഈ ഒരു കപ്പലിനെ നിയന്ത്രണം വിട്ട് അത് പെട്ടെന്ന് വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോവാണ്. വെള്ളം എല്ലാം കൂടി അകത്തേക്ക് കയറുമ്പോഴത്തേക്കും ഹീറോയിൻ ഈ ഒരു ഗ്യാപ്പില് ഹിസയെ ഇടിച്ച് താഴേക്ക് ഇട്ടിട്ട് അവൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോൾ ഈ ഒരു വെള്ളം മുഴുവനായിട്ടും ഉള്ളിലേക്ക് കയറുന്നു. ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്കും ഹീറോയ്ക്ക് മുകളിലേക്ക് വരാൻ കഴിയുന്നില്ല, കാരണം അവന്റെ കാല് ഒരു വലയിൽ കുടുങ്ങിപ്പോയി. ഇത് കണ്ട ഹീറോയിൻ ആണെങ്കിലോ നീന്തി വന്നിട്ട് അവന്റെ ആ ഒരു കാലിലെ കുരി കഴിച്ചിട്ട് ഇവർ രണ്ടുപേരും ഒരു വിധത്തിൽ മുകളിലേക്ക് വരുന്നു. അങ്ങനെ ഇവരുടെ ടീം ഒരു ബോട്ടും കൊണ്ടുവന്ന് നമ്മുടെ ഹീറോയിനെയും ആ ഒരു ബോട്ടിൽ കയറ്റി തിരിച്ച് ഇവരുടെ കപ്പലിലേക്ക് വരുമ്പോഴത്തേക്കും ഹീറോയിൻ ആ ഒരു മാപ്പ് എടുത്ത് ഓവന്റെ കയ്യിൽ കൊടുത്തിട്ട് ഹീറോയോട് ചോദിക്കും. അവൾ ആ ഒരു തോക്കെടുത്തിന്റെ തലയിൽ വെച്ചപ്പോഴത്തേക്കും നീ എന്താ ആലോചിച്ചോണ്ട് നിന്നേ, അപ്പൊ അത്രേ ഉള്ളൂ ഇല്ലേ എന്നോടുള്ള സ്നേഹം? അപ്പോ ഹീറോ പറയും, ഇല്ല ചേച്ചി, എയ്സയെ എനിക്ക് നല്ലതുപോലെ തന്നെ അറിയാം, അവൾ ഒരിക്കലും ആ ഒരു കാര്യം ചെയ്യത്തില്ല, അതുകൊണ്ടാണ് ഞാൻ അവിടെ തന്നെ നിന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും കുറെ നേരം അതിനകത്ത് കിടന്ന് ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ് വഴക്കുണ്ടാക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹീറോയിൻ തിരിച്ചു പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് അവൾക്കൊരു വീഡിയോ കോൾ വരുന്നു. ആരാണെന്ന് വെച്ചാൽ അവളുടെ ഭർത്താവ്. എടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ഭർത്താവ് പറയുന്നത്, ഇതുപോലെ എനിക്ക് ചൈനയിൽ ഒരു വർഷത്തേക്ക് എന്തൊരു ജോലി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് മകനെ എന്തായാലും അവിടെ കൊണ്ടുപോയി നോക്കാൻ കഴിയത്തില്ല, ആ ഒരു വർഷത്തേക്ക് നീ മകനെ നിന്റെ കൂടെ നിർത്തി നോക്കണമെന്ന് ഇങ്ങനെ പറയുന്നതും, സോറി ചൈനയിലല്ല ജപ്പാനിലെ, വീണ്ടും തെറ്റി. ഇപ്പൊ ആരുടെ കമ്പനിയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു കമ്പനി പേര് പറയുമ്പോൾ അത് ഓവൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയുടെ കൂടെ സഹായിക്കുന്ന ഒരുത്തനുണ്ടല്ലോ, അവന്റെ കമ്പനിയാണ്. ഹീറോ പറഞ്ഞതുപോലെ അവന്റെ ചേച്ചിയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഹീറോ ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ടീമും ഇപ്പൊ ഇവർ കണ്ടുപിടിച്ച ആ ഒരു കോഡ് ഉണ്ടല്ലോ അതെല്ലാം ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാണ്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അവൾക്ക് അറിയുന്ന രീതിയിൽ അതങ്ങനെ മാറ്റണം ഇങ്ങനെ മാറ്റണം എന്നെല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ അവസാനം ഇവർ ആ ഒരു കോഡിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ഇത് മെൻഷൻ ചെയ്യുന്നത് ഒരു ബൈബിളിനെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി ഓക്കെ നമുക്ക് ആ ഒരു ബൈബിൾ കണ്ടുപിടിക്കാൻ പോവാന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും ഇപ്പൊ ആ ഒരു മ്യൂസിയത്തിൽ വെച്ചിട്ട് നമ്മുടെ ഹീറോയിൻ ഒരു ഡിറ്റക്റ്റീവിനെ കളിയാക്കി പറഞ്ഞു വിട്ടല്ലോ, അവനും അവന്റെ ടീമും ഇതിനകത്തേക്ക് കയറി വരുന്നു. എന്നിട്ട് എല്ലാവരും നമ്മുടെ ഹീറോയിനെ ടീമിനെ നല്ലതുപോലെ ചുറ്റി വളഞ്ഞിട്ട് തൂക്ക് കാണിച്ച് നിൽക്കുമ്പോൾ ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അകത്തേക്ക് ഒന്ന് നോക്കുമ്പോഴത്തേക്കാണ് കാണാതെ പോയിട്ടുള്ള 5 പെയിന്റിങ്ങും ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ ആ ഒരു ഡിറ്റക്റ്റീവ് പറയും ഇനി എന്തായാലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും മറ്റൊരു ടീം ഇതിനകത്തേക്ക് കയറി വരുവാണ്. വേറെ ഒന്നുമല്ല, സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഹീറോയെ പിടിക്കാനായിട്ട് പുറയുന്ന ആ ഒരു ചൈനക്കാരന്റെ ടീമുണ്ടല്ലോ ഇവരകത്തേക്ക് കയറി വരുന്നു. എന്നിട്ട് അവരകത്തേക്ക് വന്ന് നമ്മൾ ഈ ഒരു പോലീസുകാരനെ ഉൾപ്പെടെ എല്ലാവരെയും പിടിച്ച് താഴേക്ക് ഇരുത്തിയിട്ട് ഹീറോയുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കാണ് ഹീറോ ആ ഒരു ചൈനക്കാരനോട് ഒരു ഡീല് പറയുന്നത്. ഓക്കെ 5 മാപ്പ് ഇവിടെയുണ്ട്, നിന്റെ ബോസിന്റെ ആ ഒരു പെയിന്റിംഗ് അല്ലാതെ 5 പെയിന്റിങ്ങുകൾ ഇവിടെയുണ്ട്, 6ാമത്തെ പെയിന്റിംഗ് എവിടെയാണെന്ന് എനിക്ക് നല്ലതുപോലെ തന്നെ അറിയാം, ഇതെല്ലാം കൂടി നീ നിന്റെ ബോസിന് കൊണ്ട് കൊടുക്ക്. ഇപ്പോൾ നീ എനിക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്റെ ടീമിനെ വെറുതെ വിടുക, അത്ര മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചൈനക്കാരൻ ഹീറോയിനെയും ബാക്കിയുള്ളവരെയും അവിടെ നിന്നും പറഞ്ഞു വിടുന്നുണ്ട്. എന്നിട്ട് ഹീറോയോട് ചോദിക്കും, ശരി ആ ഒരു 6ാമത്തെ പെയിന്റിംഗ് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഹീറോ അവിടെയുള്ള പെയിന്റിംഗ് എടുത്തൊരു ഒറ്റ ഏറ്. അപ്പോഴേക്കും ഈ ഒരു പോലീസുകാരുടെ ടീമും ചൈനക്കാരന്റെ ടീമും പരസ്പരം അടിയുണ്ടാക്കുകയാണ്. ഇപ്പൊ ഈ ഒരു കാര്യം തന്നെയായിരുന്നു നമ്മുടെ ഹീറോയ്ക്കും വേണ്ടിയിരുന്നത്. അപ്പൊ അവര് രണ്ടുപേരും അങ്ങോട്ട് ഇങ്ങോട്ട് പരസ്പരം ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഹീറോ ഇതൊന്നും അറിയാത്ത രീതിയിൽ പതിയെ കുനിഞ്ഞുരിഞ്ഞ് എങ്ങനെയും വെളിയിലേക്ക് വന്നിട്ട് ഹീറോയുടെ ടീമാണെങ്കിൽ അവിടെ ബോട്ടുമായിട്ട് കാത്തു നിൽപ്പുണ്ട്, അതിലേക്ക് ചാടിക്കയറി ഇവരവിടെ നിന്ന് രക്ഷപ്പെട്ടങ്ങ് പോവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ അകത്ത് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ പോലീസുകാരൻ ഒരു വിധത്തില് ചൈനക്കാരന്റെ ടീമിനെ പിടിച്ചതിന് ശേഷം വെളിയിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിൻ ടീമും അവിടെ ഇല്ല, അവർ രക്ഷപ്പെട്ടു പോയി. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ കാണുന്ന ഒരു സ്വപ്നമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അതില് ഫൗണ്ടൻ ഓഫ് യൂത്ത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു വെള്ളം നമ്മുടെ ഹീറോ കണ്ടുപിടിച്ചിട്ട് അവൻ അത് കുടിക്കുമ്പോൾ അവന്റെ ചേച്ചിയുടെയും അതേപോലെ തന്നെ നമ്മുടെ ഹീറോയിന്റെയും അതേപോലെ തന്നെ അവളുടെ മകന്റെയും ചെറുപ്പമെല്ലാം പോയിട്ട് അവര് മരിക്കുന്നത് പോലെയാണ് ഹീറോ ഇപ്പോൾ സ്വപ്നം കണ്ട് പെട്ടെന്ന് കണ്ണുറക്കുമ്പോൾ ഓവൻ എന്ന് പറഞ്ഞിട്ട് അവനൊരു ഫ്ലൈറ്റ് ഉണ്ട്, അതിൽ ഈ ഒരു ടീം മൊത്തമായിട്ടും ആ ഒരു ബൈബിളുള്ള സിറ്റിയെ നോക്കി ഇങ്ങനെ പോവാണ്. അതുപോലെ ഇപ്പോഴാണെങ്കിൽ ഹീറോയിൻ നല്ലതുപോലെ മദ്യപിച്ച് കിറങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് കാണുമ്പോഴാണ് ഹീറോ പറയുന്നത്, ഈ ഒരു ചേച്ചിയാണ് എനിക്ക് ആവശ്യം, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം. അങ്ങനെ അത് കഴിഞ്ഞ് അവർ ആ ഒരു സിറ്റിയിലേക്ക് വന്നിട്ട് ഒരു വലിയ മ്യൂസിയം ഉണ്ട്, ഇതിനകത്താണ് ആ ഒരു ബൈബിൾ ഉള്ളത്. അതുമല്ല ഹീറോയിന്റെ മകനെയാണെങ്കിൽ ഓവന്റെ കൂടെ പറഞ്ഞു വിട്ട് ബാക്കി 4 പേരും അവിടേക്ക് വരികയാണ്. അതുമല്ല ഹീറോയിൻ ഒരു മ്യൂസിയത്തിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ അവളുടെ ആ ഒരു ഇൻഫ്ലുവൻസ് വെച്ചിട്ട് അത് വെച്ചിട്ട് ആ ഒരു ബൈബിൾ കാണാനായിട്ടുള്ള പെർമിഷൻ ഉണ്ടല്ലോ അത് ഇവർ നേരത്തെ തന്നെ ചോദിച്ചു വെച്ചിരുന്നു. അങ്ങനെ ആ ഒരു മ്യൂസിയത്തിലുള്ള ലേഡിയാണെങ്കിൽ ഇവരെ കൂട്ടിയിട്ട് നേരെ അകത്തേക്കിനെ കൊണ്ടുപോകുമ്പോഴത്തേക്കും ഇവിടെ ഓവനും ഹീറോയിന്റെ മകനും മറ്റൊരു ഹോട്ടലിലിരുന്ന് ഇവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ദൂരെ നിന്ന് കാണുന്നുണ്ട്, പക്ഷെ ഉള്ളിൽ നടക്കുന്നൊന്നും അറിയത്തില്ല. അകത്ത് കാണിക്കുമ്പോഴത്തേക്കാണ് ഇവരെ ആ ഒരു മ്യൂസിയത്തിനകത്തേക്ക് കൊണ്ടുപോകുന്നു. കാണിക്കുമ്പോൾ ബുക്കുകളുടെ ഒരു കൂട്ടമുണ്ട്, അതിന് നടുവിൽ സീക്രട്ട് ആയിട്ടുള്ള ഒരു ഡോറ്. ഇപ്പൊ ഇവരെ അതിനകത്തേക്ക് കൊണ്ടുപോയിട്ട് ആ ഒരു ബൈബിൾ ഉണ്ടല്ലോ അതിങ്ങനെ കാണിച്ചു കൊടുക്കും. ഇപ്പോൾ ഹീറോയിനെ ഡെബും അതിനകത്തുള്ള കാര്യങ്ങളെല്ലാം വായിച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യം കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് ഇങ്ങനെ നോക്കാണ്. അതേസമയം ഒരു മ്യൂസിയത്തിന്റെ വെളിയിൽ കാണിക്കുമ്പോൾ എയ്സ ഉണ്ടല്ലോ അവൾ ഇപ്പോഴൊരു കാറിൽ വന്ന് അവിടേക്ക് ഇറങ്ങുന്നു. ഇവൾ ആ ഒരു കടലിൽ മുങ്ങിപ്പോയതല്ലേ, ഇവൾ എന്തായാലും മരിക്കത്തില്ലേ. അതുപോലെ എയ്സയും അവളുടെ ടീമും വെളിയിൽ വന്ന കാര്യം പാട്രിക് ഉണ്ടല്ലോ അവൻ വെളിയിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. ഈ ഒരു കാര്യം ഹീറോയോട് വിളിച്ച് പറയുമ്പോഴത്തേക്ക് ഹീറോ പറയും, ഓക്കെ വിഷമിക്കണ്ട, അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാണ്. അങ്ങനെ എയ്സയും ടീമും ആ ഒരു മ്യൂസിയത്തിന്റെ താഴെയെല്ലാം നല്ലതുപോലെ നോക്കുന്നുണ്ട്, ഇവരെ ആരെയും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ എയ്സ പതിയെ മുകളിലേക്ക് വന്ന ആ ഒരു സീക്രട്ട് ഡോർ ഉണ്ടല്ലോ അതിനടുത്തേക്ക് വന്ന് തുറക്കാനായിട്ട് വരുമ്പോഴത്തേക്ക് മറ്റൊരു ഡോർ തുറന്ന് നമ്മുടെ ഹീറോ വെളിയിലേക്ക് വരുന്നു.
എയ്സയെ കാണുമ്പോൾ തന്നെ അത്ഭുതത്തോടെ ഹേയ് നീ വെള്ളത്തിൽ മുങ്ങി മരിച്ചുപോയെന്നാണ് ഞാൻ വിചാരിച്ചത് എന്ന് പറയുമ്പോഴത്തേക്കും എയ്സ പറയും ഒരിക്കലും എനിക്ക് മരണമില്ല എന്നും പറഞ്ഞൊരു തോക്കും കത്തി എടുത്തിട്ടാണ് അവരോട് ചോദിക്കുന്നത്. ശരി, നിന്നെ കൊല്ലാൻ വേണ്ടി ഞാൻ ഇതിലേത് തിരഞ്ഞെടുക്കണം? അപ്പോൾ ഹീറോ പറയും കത്തി തന്നെ എടുത്തോ എന്നും പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും കൂടി ഇപ്പോൾ ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ ഒരുപാട് നേരം ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അറിയാലോ നമ്മുടെ ഹീറോ എന്തായാലും ജയിക്കുന്ന ഒരു രീതിയിലാണ് ഫൈറ്റ് ചെയ്യുന്നത്, കാരണം എപ്പോഴും ജയിക്കുന്നത് അവൻ തന്നെയാണ്. അങ്ങനെ ഒരു അവസരത്തിൽ നമ്മുടെ എയ്സയ്ക്ക് ദേഷ്യം വന്ന് അവൾ ആ ഒരു തോക്കെടുത്ത് ഹീറോയെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കും ഹീറോ അവിടെ നിന്നിട്ട് പറയും ഓക്കെ നീ ഇപ്പൊ എന്തായാലും എന്നെ ഷൂട്ട് ചെയ്യരുത് എന്നും പറഞ്ഞ് പതിയെ എയ്സയുടെ അടുത്തേക്ക് വന്നിട്ട് അവളുടെ കാലിലെ ഒരു കയറിങ്ങനെ കുരുക്കിട്ടിട്ടുണ്ടായിരുന്നു. അത് വെച്ച് അവളെ തള്ളി താഴേക്കിടും. അവളാണെങ്കിൽ ഇപ്പൊ ആ ഒരു മ്യൂസിയത്തിൽ തല കീഴായിട്ട് തൂങ്ങി കിടക്കുന്നു. അപ്പോഴേക്ക് എയ്സ ബാക്കിയുള്ള ടീമിനോട് പറയുന്നുണ്ട് ആരെങ്കിലും എന്നെ അഴിച്ചു വിടാൻ കഴിയോ? ഈ ഒരു മൊത്ത ബിൽഡിംഗ് മൊത്തത്തിൽ സീൽ ചെയ്യണം, ആരും പുറത്തേക്ക് പോരുത്. ഇപ്പൊ ഹീറോ നേരെ അകത്തേക്ക് വന്നിട്ട് ഈ ബൈബിളിലുള്ള ഒരു മെസ്സേജും ഇവർക്ക് കണ്ടുപിടിക്കാണ്ട് കഴിഞ്ഞില്ല, അതുകൊണ്ട് ഇനി കൂടുതൽ കാര്യങ്ങൾ ചെയ്തേ പറ്റുമെന്നും പറഞ്ഞ് ഹീറോ എങ്ങനെയാണ് മയക്കിയത് അതുപോലെ തന്നെ ആ ഒരു സ്പ്രേ എടുത്ത് ആ ഒരു മ്യൂസിയത്തിൽ നിൽക്കുന്ന ലേഡിയെ ഇവർ മയക്കും. അപ്പൊ ഇത് കാണുന്ന ഹീറോയിനായാലും പെട്ടെന്ന് ഷോക്കായിട്ട് ഹേയ് നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? എന്റെ ഇൻഫ്ലുവൻസിലാണ് നമ്മൾ എല്ലാവരും ഇതിനകത്തേക്ക് വന്നത്. ഇനിയിപ്പോ മറ്റൊരാളുടെ അടുത്തേക്ക് പോയി ഞാൻ എങ്ങനെ സഹായം ചോദിക്കും? ഇത് വലിയ പ്രശ്നമാവെന്ന് പറയുമ്പോൾ ഹീറോ പറയും അപ്പൊ ഈ ഒരു കാര്യം കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും എന്നും പറഞ്ഞിട്ട് ആ ഒരു ബൈബിൾ ഉണ്ടല്ലോ അത് അവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോവാണ്. എന്നിട്ട് അവിടെയുള്ള ആ ഒരു തറയിൽ ബോംബ് വെച്ച് അത് തകർത്ത് അതുവഴി നേരെ ഇവരെല്ലാവരും താഴെയുള്ള ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ട് അതിനകത്തേക്ക് ഇറങ്ങി ചെല്ലും. നിൽക്കുമ്പോഴത്തേക്കും അവിടെ വലിയൊരു കനാല് പോലെയുള്ള സ്ഥലമാണ്. എന്നിട്ട് അതുവഴി ഇവരെല്ലാവരും ഒരുപാട് ദൂരം നടന്നു വന്ന് അവസാനം ആ ഒരു മ്യൂസിയത്തിന് വെളിയിലേക്ക് വന്ന് ഇവരുടെ ആ ഒരു കാറിൽ കയറി എല്ലാവരും രക്ഷപ്പെട്ട് പോവുകയും ചെയ്യുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഇസയും ടീമും നേരെ മുകളിലേക്ക് വന്നിട്ട് ആ ഒരു ബോംബ് വെച്ച് തകർത്ത ഭാഗം കാണുമ്പോഴത്തേക്കും ഇസയ്ക്ക് അത്രയും ദേഷ്യം. അങ്ങനെ ഇവിടെ വെളിയിൽ കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഓവനും ഹീറോയിന്റെ മകനും വെളിയിൽ ആ ഒരു ഫുഡെല്ലാം കഴിച്ചിട്ട് അവർ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ഡിറ്റക്റ്റീവിന്റെ ടീമിലെ ഇവരെ രണ്ടുപേരെ വന്ന് തടഞ്ഞിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് ഓവൻ അവരെ രണ്ടുപേരോടും ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് അവർ ഇടിച്ചങ്ങ് താഴേക്കിടാണ്. വേറൊന്നല്ല, അവൻ ഈ ഒരു മാർഷ്യൽ ആർട്സ് എല്ലാം നല്ലതുപോലെ അറിയാം. എന്നിട്ട് ആ ഒരു പയ്യനോട് ചോദിക്കും ശരി മോനെ ഇപ്പൊ നമുക്ക് പോയാലോന്നും പറഞ്ഞ് അവരും അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രാത്രിയിൽ ഇവരെല്ലാവരും മറ്റൊരു ഹോട്ടലിലേക്ക് വന്ന് ഇപ്പൊ ആ ഒരു ബൈബിളിൽ എന്തൊക്കെ കണ്ടുപിടിക്കാൻ കഴിയും ആ ഒരു കാര്യങ്ങളെ നമ്മുടെ പാട്രിക്ക് നല്ലതുപോലെ നോക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ നിന്നും 7 നമ്പറുകൾ മാത്രം അവൻ കണ്ടുപിടിക്കും. പക്ഷേ ഈ ഒരു നമ്പർ എന്താണ് മെൻഷൻ ചെയ്യുന്നത് എന്ന് മാത്രം അവന് മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ ഒരു നമ്പറുകളെല്ലാം കണ്ടിട്ടാണ് ഹീറോയിന്റെ മകൻ പറയുന്നത് അമ്മ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഓവനങ്ങളില്ലേ ആ ഒരു ഹോട്ടലിന് വിളിച്ച് രണ്ടുപേരെ നല്ലതുപോലെ ഇടിച്ചിട്ടു എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഇത് കേട്ട് നമ്മുടെ ഹീറോയും പറയും ഓക്കെ ശരി ഇനി എന്തായാലും നിങ്ങളോടൊപ്പം, കാരണം നിങ്ങളൊരു മ്യൂസിയത്തിനുള്ളിലെ ഒരു കാര്യം മോഷ്ടിച്ച് ഇത് വലിയൊരു പ്രശ്നമാവും. അത് ഇത്രയും മൂല്യമുള്ള ഒരു ബൈബിള്, അതുകൊണ്ട് ഇതൊന്നും എനിക്ക് ശരിയായിട്ട് തോന്നില്ല. എന്റെ മകനും ഇപ്പൊ ഒരു അപകട അവസ്ഥയിലാണ്, അതുകൊണ്ട് ഞാൻ ഇവനെ കൊണ്ട് പോവാണെന്ന് പറയുമ്പോൾ ഇവർക്കിപ്പോ ഒന്നും പറയാൻ കഴിയത്തില്ലല്ലോ. അങ്ങനെ ഹീറോയിൻ അവളുടെ മകനെ വിളിച്ചിട്ട് ഈ ഒരു ഹോട്ടലിന് വെളിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് ആ ഒരു പയ്യൻ പെട്ടെന്ന് ഇല്ലമ്മ എനിക്കൊരു കാര്യം ഇപ്പോഴാണ് മനസ്സിലായത്, ബൈബിളിൽ അവർ നോക്കി കണ്ടുപിടിച്ച ആ ഒരു നമ്പറില്ലേ അതെന്താണെന്ന് എനിക്കറിയാം, ആ ഒരു നമ്പർ ഇതിനെയാണ് മെൻഷൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഹീറോയിനോട് അവനിങ്ങനെ പറയുമ്പോഴത്തേക്കും ഇത് കേട്ട ഹീറോയിനാണെങ്കിൽ പെട്ടെന്ന് ഒരു അത്ഭുതം പോലെ ആയിപ്പോയി. കാരണം തന്റെ മകൻ ഈ ഒരു കാര്യം കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ ഒരു ഹോട്ടൽ മുറിയിൽ കാണിക്കുമ്പോഴത്തേക്കും ഇവർക്ക് ഈ ഒരു നമ്പർ എന്താണെന്ന് പോലെ അറിയത്തില്ലോ. ആ ഒരു രീതിയിൽ എല്ലാവരും ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഹീറോയിൻ അവളുടെ മകനുമായിട്ട് അകത്തേക്ക് കയറി വന്നിട്ട് അല്ല ആ ഒരു നമ്പർ എന്തിനാ മെൻഷൻ ചെയ്യുന്നത് കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലില്ല കണ്ടുപിടിച്ചില്ല, പക്ഷെ ഉടനെ തന്നെ ഞങ്ങൾ കണ്ടുപിടിക്കുമെന്ന് പറയുമ്പോഴത്തേക്കും ഹീറോയിൻ പറയും ആവശ്യമില്ല, കാരണം എന്റെ മകൻ അതിനു മുന്നേ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ മോനെ എന്താണെന്ന് നീ അവർക്ക് കാണിച്ചു കൊടുക്ക് എന്നത്ര അഭിമാനത്തോടെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കാണ് ആ ഒരു പയ്യൻ അവിടെ വന്നിരുന്നിട്ട് അവന്റെ ലാപ്ടോപ്പ് എടുത്ത് ഈ ഒരു നമ്പർ വേറെ ഒന്നിനെ മെൻഷൻ ചെയ്യുന്നില്ല, ഇതൊരു മ്യൂസിക് നോട്ടാണ്. ഇപ്പൊ ആ ഒരു നമ്പറുകള് മ്യൂസിക് നോട്ടായിട്ട് വരച്ചിട്ട് അവന്റെ ലാപ്ടോപ്പിൽ അത് പ്ലേ ചെയ്ത് ഇങ്ങനെ കേൾപ്പിച്ചു കൊടുക്കുന്നു. ഇത് കേൾക്കുമ്പോഴത്തേക്കും ബാക്കി എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി, കാരണം ഇവർ ഇത്രയും ശ്രമിച്ചിട്ടും കിട്ടാത്തൊരു കാര്യമാണ്. അപ്പൊ ഈ ഒരു മ്യൂസിക് എപ്പോഴാണ് നിർമ്മിച്ചത്, ആരാണ് ഇത് നിർമ്മിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവർ സെർച്ച് ചെയ്യും. അപ്പോഴാണ് മനസ്സിലാവുന്നത് 1600കളിലാണ് ഈ ഒരു മ്യൂസിക് നിർമ്മിച്ചിട്ടുള്ളത്. അതുമല്ല അപ്പോഴുണ്ടായിരുന്ന 7 മഹാ അത്ഭുതങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മ്യൂസിക് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ പാട്രിക് എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു 7 അത്ഭുതങ്ങളുണ്ടല്ലോ അതെല്ലാം ഉള്ള ആ ഒരു ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ട് അതേപോലെ തന്നെ ഇവരുടെ കയ്യിൽ ഒരു 6 ഡ്രോയിങ്സ് ഉണ്ടായിരുന്നല്ലോ അതിൽ നിന്ന് കിട്ടിയ ആ ഒരു കോഡ് ഇത് രണ്ടും മാച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇപ്പൊ അവര് കണ്ടുപിടിച്ച ആ ഒരു 6 പോയിന്റും അതേപോലെ തന്നെ ഈ ഒരു മാപ്പിൽ അവൻ അടയാളപ്പെടുത്തിയ ആ ഒരു 6 പോയിന്റ് ഉണ്ടല്ലോ ഇത് രണ്ടും മാച്ച് ആവുന്നുണ്ട്. ഇപ്പൊ അതിൽ കാണിക്കുമ്പോഴത്തേക്കും 7ാമതായിട്ട് ഒരു പോയിന്റ് ഇവർ കണ്ടുപിടിക്കുന്നുണ്ട്, അവിടെയാണ് ഫൗണ്ടൻ ഓഫ് യൂത്ത് ഉള്ളതെന്നും ഇവർ കണ്ടുപിടിക്കുന്നുണ്ട്. ഇപ്പൊ ആ ഒരു 7ാമത്തെ പോയിന്റ് ഈജിപ്തിലുള്ള ഒരു വലിയ പിരമിഡിനെയാണ് കാണിക്കുന്നത്. അപ്പൊ തന്നെ നമ്മുടെ ഹീറോ പറയും ശരി അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തായിട്ട് പോകുന്നത് ഈജിപ്തിലെ, ഉടനെ തന്നെ പോവാന്ന് പറയുമ്പോഴത്തേക്കും ഇത് കേൾക്കുന്ന ഹീറോയും പറയും ഓക്കെ ഞാൻ നിങ്ങളോടൊപ്പം തന്നെ വരാം, പക്ഷേ എന്റെ മകനെ ഒരാപത്തിൽ വിട്ടിട്ട് എനിക്ക് വരാനായിട്ട് കഴിയത്തില്ല, അതുകൊണ്ട് എന്റെ മകനെ സംരക്ഷിക്കാൻ വേണ്ടി കുറച്ച് ആളുകളെ കൊണ്ടുവരണം എന്നാലേ ഞാൻ വരത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഓവൻ പറയും ആൾറെഡി തന്നെ ഒരു 100 കണക്കിന് ആളുകളെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല നിങ്ങൾ വാന്ന് പറഞ്ഞ് ഇപ്പൊ എല്ലാവരും ഓവന്റെ ഫ്ലൈറ്റിൽ ഈജിപ്തിലേക്ക് പറന്നിങ്ങനെ പോവാണ്. അങ്ങനെ എല്ലാവരും ആ ഒരു വിമാനത്തിൽ ഇരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ ആ ഒരു ട്രെയിനിൽ വരുമ്പോഴത്തേക്ക് ഒരു സ്വപ്നം കണ്ടിരുന്നല്ലോ, ഏതൊരു നിധി എടുക്കാൻ പോകുന്ന സ്ഥലത്ത് ഒരു വൃത്താകൃതിയിലുള്ള പ്ലേറ്റ് അവന് കിട്ടുന്നത് പോലെ ആ ഒരു സ്വപ്നം അവൻ വീണ്ടും കാണുകയാണ്. സത്യത്തിൽ ഈ ഒരു സ്വപ്നം ഇടയ്ക്കിടയ്ക്ക് കാണാൻ കാരണം എന്താണെന്ന് വെച്ചാൽ
അത് കണ്ടുപിടിക്കാൻ പോകുമ്പോഴത്തേക്കാണ് ഹീറോയുടെ അച്ഛൻ മരണപ്പെട്ടത്. ഇപ്പൊ ആ ഒരു കാര്യങ്ങളെല്ലാം അവൻ സ്വപ്നമായിട്ട് കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് അവൻ ആ ഒരു സ്വപ്നത്തിൽ നിന്ന് കണ്ണു തുറക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ ഏസനെ കാണിക്കുമ്പോഴത്തേക്കാണ് ഒരു മൊട്ടയായിട്ടുള്ള ഒരു അപ്പൂപ്പനെ പോയി അവളിങ്ങനെ കാണുന്നുണ്ട്. ഇയാൾ വേറെ ആരുമല്ല, ഫൗണ്ടൻ ഓഫ് യൂത്ത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്ഥലം ഇത്രയും വർഷങ്ങളായിട്ട് മറ്റാരുടെയും കണ്ണിൽപ്പെടാതെ കാത്തു സൂക്ഷിക്കുന്നത് ഇവരാണ്. അപ്പൊ അയാളോട് ഏസ പറയുന്നുണ്ട് അവൻ എന്തായാലും ആ ഒരു സ്ഥലം കണ്ടുപിടിക്കും, അവൻ ഇപ്പൊ എങ്ങനെ തടയും എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു അപ്പൂപ്പൻ ഒരു കീ അവളുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നത് ഇത് നീ കയ്യിൽ വെച്ചോ, എന്നിട്ട് ഞാൻ പറയുന്നത് പോലെ നീ ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ എന്തോ ഒരു കാര്യം പറയുന്നുണ്ട്. അതേസമയം ഇവിടെ നമ്മുടെ ഓവനെ കാണിക്കുമ്പോഴത്തേക്കും അവരൊരു സാറ്റലൈറ്റ് ടീം തന്നെയുണ്ട്. അവരിപ്പോ മുകളിൽ നിന്നിട്ട് ഈ ഒരു പിരമിഡ് നല്ലപോലെ സ്കാൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അതിനടിയിലൂടെ മറ്റൊരു വഴി ഇങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ അത് നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോഴത്തേക്കാണ് ഹീറോ പറയുന്നത് നമ്മൾ അന്വേഷിച്ചു പോകുന്ന ആ ഒരു കാര്യം ഇതുവരെ ആരും കണ്ടുപിടിക്കാത്തതിന്റെ കാരണം എന്താണെന്ന് അറിയോ, അത് മുകളിലല്ല, ആ ഒരു പിരമിഡിന്റെ അടിയിലാണുള്ളത്, അതുകൊണ്ടാണ് ആരും ഇതുവരെ കണ്ടുപിടിക്കാത്തത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും ആ ഒരു ഹെലികോപ്റ്ററിൽ ഈ ഒരു പിരമിഡിന്റെ അടുത്തേക്ക് ചെന്ന് പറന്നിറങ്ങും. എന്നിട്ട് എല്ലാവരും നടന്ന് ആ ഒരു പിരമിഡിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അവിടെ ഒരു സയന്റിസ്റ്റ് ഇവരെല്ലാവരെയും വെൽക്കം ചെയ്യാനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുന്നു. അതുപോലെ നമ്മുടെ ഓവനാണെങ്കിൽ ഒരുപാട് പേരെ കാവലിനെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവരെല്ലാവരെയും കാവലിന് വേണ്ടിയിട്ട് ഈ ഒരു പിരമിഡിന്റെ ചുറ്റുമായിട്ട് ഇങ്ങനെ നിർത്തിയേക്കാണ്. സാധാരണ നമ്മൾ ഈ ഒരു ട്രഷർ ഹണ്ടിങ് മൂവീസ് എല്ലാം കാണുമ്പോഴത്തേക്കും ഇത്രയും കാവൽക്കാരെയും കടന്നിട്ട് വേണേൽ നമ്മുടെ ഹീറോയ്ക്ക് ഉള്ളിലേക്ക് പോകാനായിട്ട്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്, ഹീറോയ്ക്ക് എല്ലാ സഹായങ്ങളും ഉണ്ട്. അങ്ങനെ ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ ഡെബിനെയും പാട്രിക്കിനെയും വെളിയിൽ നിർത്തിയിട്ട് ഇപ്പൊ നമ്മുടെ ഓവൻ, ഹീറോയിൻ, ഹീറോ, അവളുടെ മകൻ ഇവരെല്ലാവരുമാണ് അകത്തേക്ക് പോകുന്നത്. അങ്ങനെ എല്ലാവരും അകത്തേക്ക് വന്ന് ഓവൻ ഇപ്പോൾ ഒരു സ്ഥലം കണ്ടിട്ട് ഓക്കെ ഈ ഒരു സ്ഥലമാണ്, ഇവിടെ തകർത്തു കഴിഞ്ഞാലേ നമുക്ക് ഉള്ളിലേക്ക് പോകാൻ കഴിയത്തുള്ളൂ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കാണ് ഇവർക്ക് ഈ കാര്യങ്ങളെല്ലാം കാണിക്കാമെന്ന ആ ഒരു സയന്റിസ്റ്റ് ഉണ്ടല്ലോ, എന്ത് ഈ ഒരു സ്ഥലം തകർക്കണമെന്നോ, ഇത് അത്ര അമൂല്യമായിട്ടുള്ള സ്ഥലമാണ്, ഇതൊന്നും തകർക്കാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഓവൻ എന്താ ചെയ്യുന്ന വെച്ചാൽ 2-3 സെക്യൂരിറ്റികൾ അകത്തേക്ക് കൊണ്ടുവന്ന് ആ ഒരു സയന്റിസ്റ്റിനെ തൂക്കിയെടുത്ത് വെളിയിലേക്ക് കൊണ്ടുപോകും. അത് കഴിഞ്ഞ് കുറച്ചുപേരെ അകത്തേക്ക് കൊണ്ടുവന്ന് അവിടെയുള്ള പാറയും മറ്റു കല്ലുകളെല്ലാം ഇളക്കി ഇങ്ങനെ മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോഴേക്കാണ് ഹീറോയെ മറ്റേടത്തേക്ക് കൊണ്ടുവന്നിട്ട് ലുക്ക് ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ശരിയായിട്ട് തോന്നുന്നില്ല, ഇത് വളരെ തെറ്റായുള്ള ഒരു കാര്യമാണെന്ന് പറയുമ്പോൾ ഹീറോ പറയും ഇല്ലില്ല നമ്മൾ എന്തായാലും അടുത്ത് വരെ വന്നു, അതുകൂടി ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോവാന്ന് പറഞ്ഞ് ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്കാണ് അവിടെയുള്ള ആ ഒരു സെക്യൂരിറ്റികളെല്ലാം കൂടി ചേർന്ന് ഈ ഒരു സ്ഥലം തകർക്കുന്നതും ഈ ഒരു സാറ്റലൈറ്റ് ഇമേജിൽ കാണിച്ചതുപോലെ തന്നെ ഉള്ളിലേക്ക് പോയായിട്ടൊരു വഴിയുണ്ട്. അങ്ങനെ ആ ഒരു ടണൽ വഴിയെ ഇവരെല്ലാവരും ഉള്ളിലേക്ക് പോകുന്നു. അതേസമയം ഈ ഒരു പിരമിഡിന് വെളിയിൽ കാണിക്കുമ്പോൾ ആ ഒരു ഡിറ്റക്റ്റീവ് ഇവർ വന്നിരുന്ന ഈ ഒരു സ്ഥലം എങ്ങനെ കണ്ടുപിടിച്ചു, എനിക്ക് തോന്നുന്നു ഇവരുടെ വണ്ടിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാക്കറോ ഇങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടാവും, അല്ലാതെ ഇവൻ എങ്ങനെ ഈ ഒരു സ്ഥലമെല്ലാം മനസ്സിലാവാനായിട്ട്. അങ്ങനെ ആ ഒരു ഡിറ്റക്റ്റീവ് അവിടേക്ക് വന്നിറങ്ങി ഈ ഒരു പിരമിഡിന്റെ അടുത്തേക്ക് വരാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കാണ് അവിടെ ആ ഒരു സെക്യൂരിറ്റി ടീം അവരുടെ ക്യാപ്റ്റൻ ഇരിപ്പുണ്ടല്ലോ അവരുടെ അടുത്തേക്ക് വന്നിട്ട് സാർ ഞങ്ങൾക്ക് ഉള്ളിലേക്ക് പോകണമെന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ എന്തായാലും ഉള്ളിലേക്ക് പോകാൻ കഴിയത്തില്ല എന്നും പറഞ്ഞിട്ട് അവനെ വഴക്ക് പറഞ്ഞ് തിരിച്ചു പറഞ്ഞു വിടും. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ പാട്രിക്, ഡെബ് ഇവർ രണ്ടുപേരും കണ്ടോണ്ടിരിക്കുകയാണ്. ഇവിടെ ഉള്ളിൽ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഓവനും ടീമും ഇതിനകത്തുള്ള മറ്റൊരു സ്ഥലത്തേക്ക് എത്തി. അത്രയും ഭംഗിയുള്ളൊരു സ്ഥലമാണത്. അങ്ങനെ എല്ലാവരും ഉള്ളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും കിണർ പോലെയുള്ളൊരു ഭാഗമുണ്ട്. അതുപോലെ അവിടേക്ക് വരാനായിട്ട് വേറെ വഴിയോ അങ്ങനെ ഒന്നും കാണുന്നില്ല. അപ്പൊ ഇത് തന്നെയാണ് സ്ഥലം, ഇതിനകത്തേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞ് അവന്റെ കൂടെയുള്ള ആ ഒരു സെക്യൂരിറ്റികളോട് പറയും ശരി ഈ ഒരു സ്ഥലം തകർക്കാൻ പറയുമ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ ഹീറോയും പറയും ഇല്ലില്ല വേണ്ട അതിപ്പോ ചെയ്യരുത്, ഇതല്ലാതെ തന്നെ ഓപ്പൺ ചെയ്യാനായിട്ട് എന്തെങ്കിലും വഴി ഉണ്ടാവും, അതുപോലെ മാത്രമേ നമ്മൾ ഇത് ഓപ്പൺ ചെയ്യാവൂ, അല്ലാത്ത രീതിയിൽ ഇത് തുറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മൊത്ത പിരമിഡും നമ്മുടെ മുകളിലേക്ക് ഇടിഞ്ഞു വീഴും, അങ്ങനെയാണ് തോന്നുന്നു ഇത് നിർമ്മിച്ചിട്ടുള്ളത്, അതുകൊണ്ട് പ്ലീസ് നിങ്ങൾ ഇത് ചെയ്യരുതെന്ന് പറയുമ്പോഴത്തേക്കും ഓവൻ അതൊന്നും കേൾക്കാൻ തയ്യാറല്ല. അവൻ ആ ഒരു സെക്യൂരിറ്റികളോട് ഇത് തകർക്കാൻ തന്നെ പറഞ്ഞിട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ്. ഇവിടെ വെളിയിൽ കാണിക്കുമ്പോൾ തിരിച്ചു പോയ നമ്മുടെ ഡിറ്റക്റ്റീവ് അവന്റെ മൊത്ത ടീമിനെ കൂട്ടിയിട്ട് ഈ ഒരു പിരമിഡിനടുത്തേക്ക് വരികയാണ്. പക്ഷെ അങ്ങനെ വന്നിട്ട് ഒരു കാര്യമില്ല, നമ്മുടെ ഓവന്റെ ടീം അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിട്ട് തോക്കും അതേപോലെ തന്നെ മിസൈലുകൾ ഇതെല്ലാം കൊണ്ടുവന്ന് ആ ഒരു ഡിറ്റക്റ്റീവിന്റെ വണ്ടി കാര്യങ്ങളെല്ലാം തകർക്കുന്നുണ്ട്. അതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതുപോലെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഉള്ളിലാണെങ്കിലോ ഓവന്റെ ആളുകള് ആ ഒരു ഭാഗം തകർക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ഇവർ എത്ര ശ്രമിച്ചിട്ടും അത് തകർക്കാനായിട്ട് കഴിയുന്നില്ല, കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോഴേക്കാണ് നമ്മുടെ ഹീറോയിന്റെ മകൻ അവിടെ കുറച്ച് മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഇട്ടിട്ടുണ്ട്. അത് കാണുമ്പോൾ ഇവനാണെങ്കിൽ ഈ ഒരു മ്യൂസിക് നല്ലതുപോലെ അറിയാലോ. ഇപ്പൊ അവനാണെങ്കിലോ അതിലെല്ലാം ഓരോന്നിനും തട്ടി തട്ടി ഒരു മ്യൂസിക് ഇങ്ങനെ പ്ലേ ചെയ്യുമ്പോഴത്തേക്കും ഇതിന്റെ ആ ഒരു വൈബ്രേഷൻ കാരണം ഇവരൊരു തകർക്കാനായിട്ട് ശ്രമിക്കുന്ന അതിന്റെ മുകളിൽ കുറച്ച് മണലുകളുണ്ട്, അതെല്ലാം വൈബ്രേറ്റ് ആയിട്ട് പെട്ടെന്ന് ഇവരുടെ ചെവിയെല്ലാം പൊട്ടുന്ന രീതിയിലൊരു ശബ്ദം പുറത്തേക്ക് വരുന്നു. അതുപോലെ കുറെ നേരം ആ ഒരു ശബ്ദം കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവരും ചെവി പൊത്തിങ്ങനെ ഇരിക്കുകയാണ്. കുറെ കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്കാണ് ഇവരെന്താണോ തുറക്കാൻ ശ്രമിച്ചത് അതിപ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് തുറന്നു വരുന്നു. ഇപ്പൊ ആ ഒരു കാര്യം ഓപ്പണായി മാറുമ്പോഴത്തേക്കും ഇവരെല്ലാവരും ഒരു കാര്യം കണ്ട് അത്ഭുതപ്പെട്ടിങ്ങനെ നിൽക്കാണ്. ഒരു വണ്ട് പോലെയുള്ള ഒരു സിമ്പല് ഇത് കണ്ട ഹീറോ അതിന് മുകളിലേക്ക് വന്ന് നിൽക്കുമ്പോൾ അവൻ പതിയെ പതിയെ താഴേക്ക് പോകുന്നുണ്ട്. അപ്പൊ അതെന്താണെന്ന് വെച്ചാൽ ലിഫ്റ്റ് പോലെയാണ്. അപ്പൊ ഓവൻ ഇത് മനസ്സിലാക്കി ഒരു സോൾജറിനെ മാത്രം ഇവരുടെ കൂടെ നിർത്തും, ബാക്കി എല്ലാവരെയും കാവലിന് അവിടെ നിർത്തി ഇവരെല്ലാവരും ഇപ്പൊ താഴേക്ക് പോവാണ്. അങ്ങനെ ഇവരെയും കൊണ്ട് ആ ഒരു ലിഫ്റ്റ് താഴേക്ക് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഇവിടെ വെളിയിൽ കാണിക്കുമ്പോൾ നമ്മുടെ എസിയുടെ ടീമും ഇവിടേക്ക് വന്നു. എന്നിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അവർ ദൂരെ നിന്ന് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോഴേക്കാണ് നമ്മുടെ പാട്രിക്കും ഡെബും ഇവർ രണ്ടുപേരും ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ടിട്ട് ഓക്കെ ഇതൊന്നും എന്തായാലും ശരിയായിട്ട് വരത്തില്ല എന്നും പറഞ്ഞ് നമ്മുടെ ഓവന്റെ ടീമിനോട് ഫൈറ്റ് ചെയ്ത് ഡിറ്റക്റ്റീവിന്റെ ടീമിനെ ഇവർ സഹായിക്കാണ്.
അതുകൊണ്ട് തന്നെ ദേഷ്യം വന്ന ഓവന്റെ ടീം ഇവരെ നോക്കി ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇവര് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ഡെബ് എന്ന് പറഞ്ഞ അവളുടെ തോളിൽ ബുള്ളറ്റ് കൊള്ളുന്നു. അങ്ങനെ നമ്മുടെ പാട്രിക്ക് ഡെബിനെ വലിച്ചൊരിടത്തേക്ക് കൊണ്ടുവന്ന് സേഫ് ആയിട്ട് നിൽക്കുമ്പോഴത്തേക്കും അതിലൊരുത്തം വന്ന് ഇവരെ ഷൂട്ട് ചെയ്ത് കൊല്ലാനായിട്ട് വരുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ഈസ പെട്ടെന്ന് അവിടേക്ക് വന്ന് ഓരോരുത്തരായിട്ട് ഷൂട്ട് ചെയ്ത് അവൾ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് എല്ലാവരെയും കൊല്ലുകയാണ്. അതുപോലെ നമ്മുടെ ഈസ ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഡിക്റ്റേറ്റീവ് ഇതെല്ലാം കണ്ടിട്ട് ഇപ്പോൾ ഈസയോട് സംസാരിച്ച് ഇവർ രണ്ടുപേരും ഒരു ടീമായിട്ട് രണ്ടുപേരും ഒരുമിച്ച് ആ ഒരു പിരമിഡിനുള്ളിലേക്ക് പോവാണ്. അതേസമയം ഉള്ളില് ഈ ഒരു ലിഫ്റ്റ് ആണെങ്കിൽ കുറെ ദൂരം താഴേക്ക് പോയിട്ട് ഇപ്പോൾ ഒരിടത്ത് നിൽക്കാണ്. ഇവരെല്ലാവരും വെളിയിലേക്ക് ഇറങ്ങി നോക്കുമ്പോഴത്തേക്കും വലിയൊരു കുഴിയാണ്. അയ്യോ, ഇതിന് താഴേക്ക് പോകാനായിട്ട് എന്തായാലും കഴിയത്തില്ല എന്ന് ഹീറോയും പറയുമ്പോൾ അതിലേക്ക് പോകാനായിട്ടും എന്തായാലും വഴി ഉണ്ടാവുമെന്നും പറഞ്ഞ് ഇവർ ഇറങ്ങി വരുമ്പോഴത്തേക്കും ആ ഒരു വണ്ടിന്റെ ഒരു സിമ്പിൾ കണ്ടിരുന്നല്ലോ, അതിന്റെ മുകളിൽ ഒരു നീല ബോൾ പോലെ ഉണ്ട്. അത് പിടിച്ചിട്ട് നമ്മുടെ ഹീറോയിനെ തിരിച്ചു കൊടുക്കുന്നതും ഇപ്പൊ ഇവർ നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് നിന്നും പടിക്കെട്ടുകൾ രൂപപ്പെട്ടിങ്ങനെ വരികയാണ്. എന്താണെന്ന് വെച്ചാൽ അവർക്ക് താഴേക്ക് പോകാനുള്ള വഴിയായി. അങ്ങനെ ഇവരെല്ലാവരും ആ ഒരു പടിക്കെട്ട് വഴിയെ നേരെ താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അതേസമയം ഇവിടെ മുകളിൽ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ എസിയും ആ ഒരു ഡിക്റ്റേറ്റീവും ഇവര് രണ്ടുപേരും ഒരുമിച്ച് നിന്ന് ഇവിടെ കാവലിൽ നിൽക്കുന്ന ആ ഒരു സെക്യൂരിറ്റികളുണ്ടല്ലോ അവരോടൊപ്പം വന്നിങ്ങനെ ഫൈറ്റ് ചെയ്യാണ്. ഇവിടെ ഒരുപാട് പേരുണ്ട്, ഇവര് രണ്ടുപേരും മാത്രം. എന്നിരുന്നാലും രണ്ടുപേരും ഇപ്പോൾ ടീമായിട്ട് നിന്ന് വേറെ ലെവലിൽ അവരോട് ഫൈറ്റ് ചെയ്യാണ്. ഇവിടെ നടക്കുന്ന ആ ഒരു ഫൈറ്റ് ആണെന്ന് വെച്ചാൽ കുറെ നേരമുണ്ട്. അതെന്തായാലും നമുക്ക് പറഞ്ഞ സമയം കളയണ്ട. അങ്ങനെ അവരെല്ലാവരും അടിച്ചു കളഞ്ഞ് ഇപ്പോ ഈ ഒരു ലിഫ്റ്റ് വഴി ഹീറോയിൻ ടീം താഴേക്ക് പോയാൽ വഴി നോക്കുമ്പോഴത്തേക്കും ഇവർക്ക് എന്തായാലും പെട്ടെന്ന് താഴേക്ക് ഇറങ്ങാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആ ഒരു സെക്യൂരിറ്റികളുടെ കയ്യിൽ കയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഇവര് രണ്ടുപേരും ഇപ്പൊ പതിയെ താഴേക്ക് ഇറങ്ങാൻ പോവാണ്. ഇവിടെ ഉള്ളിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ടീമും ഇപ്പൊ ആ ഒരു വലിയ കുഴിക്കുള്ളിലേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഒരിടത്തേക്ക് മാത്രം വിളിച്ചിങ്ങനെ അടിക്കുന്നു. അവിടെ ഒരു കുഴിയുണ്ട്. അപ്പൊ ഇനിയും കുഴിയോ? ശരി, എന്തായാലും അവന്റെ അടുത്തേക്ക് ചെല്ലാന്ന് പറഞ്ഞ് എല്ലാവരും അവിടേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ഹീറോ ആ ഒരു സർക്കിളിനുള്ളിലേക്ക് കാല് വെക്കുന്നതും ഇപ്പൊ അതെല്ലാം പലയിടങ്ങളിലായിട്ട് മാറിയിട്ട് വീണ്ടും ഉള്ളിലേക്ക് പോകാനായിട്ട് ഒരു വഴി ഇങ്ങനെ തെളിഞ്ഞു വരുന്നു. അത് പടിക്കെട്ടുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഓരോരുത്തരും ഓരോ സ്റ്റെപ്പ് വഴി താഴേക്ക് പതിയെ ഇറങ്ങി വന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു കുഴിയിലാണ് ഒരു ചെറിയ നീരുറവുള്ളത്. അപ്പൊ ഇതിനെയാണ് ഫൗണ്ടൈൻ ഓഫ് യൂത്ത് എന്നിങ്ങനെ വിളിക്കുന്നത്. അപ്പൊ എന്തായാലും ഒരു വിധത്തില് ഇവരെല്ലാവരും ആ ഒരു സ്ഥലം കണ്ടുപിടിച്ചു. അപ്പൊ ഹീറോ ഓവനോട് പറയുന്നുണ്ട്, ഇതാണ് നീ കണ്ടുപിടിക്കാൻ പറഞ്ഞ ആ ഒരു കാര്യം, ഇനി നിനക്ക് ചെറുപ്പമായിട്ട് നിലനിൽക്കണ്ടേ, പോയി എടുത്തോ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഇത് കേട്ട ഓവൻ പറയും, അല്ല ഞാൻ എന്തായാലും ഇപ്പൊ കുടിക്കുന്നില്ല, കാരണം ഇതെങ്ങനെ വർക്കാവുമെന്ന് എനിക്ക് പോലും അറിയത്തില്ല, അതുകൊണ്ട് ആദ്യം നീ കുടിക്ക്, അത് കഴിഞ്ഞ് ഞാൻ കുടിക്കാന്ന് പറയുമ്പോൾ ഹീറോ പറയും, എടാ നിനക്കല്ലേ ക്യാൻസർ, എനിക്കല്ല, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓവന്റെ മനസ്സ് മാറി അവനൊരു തോക്കെടുത്ത് ഹീറോയുടെ ഷോൾഡറിലേക്ക് ഷൂട്ട് ചെയ്യും. സത്യം പറയാലോ ഇവിടെയാണ് ഒരു ട്വിസ്റ്റ്. ഓവന് ക്യാൻസറും ഇല്ല, വേറൊരു പുണ്ണാക്കും ഇല്ല, അവനാണെങ്കിൽ കോടിക്കണക്കിന് സ്വത്തുണ്ട്. അതൊന്ന് അനുഭവിക്കാനായിട്ട് അവനെ കൊണ്ട് എന്തായാലും കഴിയത്തില്ല എന്ന് അവനറിയാം. അതിനുവേണ്ടി എപ്പോഴും ചെറുപ്പമായിട്ട് നിൽക്കണം. അങ്ങനെ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഹീറോയെ ഇവിടെ വരെ കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഹീറോയിൻ ഓടി അടുത്തേക്ക് വന്നിട്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞു അവനെ വിശ്വസിക്കരുതെന്ന്, ഇപ്പൊ കണ്ടല്ലോ മതിയായില്ലേ നിനക്ക് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഓവൻ പറയും, നിനക്കിപ്പോ മരിക്കണോ അതോ ജീവിച്ചിരിക്കണോ, അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വെള്ളം പോയി കുടിക്കാൻ പറയുമ്പോൾ ഹീറോ ഇപ്പൊ പതിയെ ആ ഒരു കുഴിയിലേക്ക് ഇങ്ങനെ ഇറങ്ങാണ്. എന്നിട്ട് അടുത്തേക്ക് വന്ന് ആ ഒരു വെള്ളത്തിലേക്ക് ഇങ്ങനെ തൊടുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ആ ഒരു സ്ഥലത്ത് നിന്നും പലയിടങ്ങളിൽ നിന്നും വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്. അതുപോലെ അതിങ്ങനെ ചുറ്റി ചുറ്റി വരുമ്പോഴത്തേക്കും ഹീറോയുടെ ശരീരത്തിൽ നിന്നും ആ ഒരു രക്തം തുള്ളിയായിട്ട് താഴേക്ക് വീഴുമ്പോൾ അത് ആ ഒരു വെള്ളത്തിൽ തട്ടുന്നതും ഇപ്പോൾ ആ ഒരു വെള്ളത്തിന്റെ പവർ അതിങ്ങനെ കാണിക്കാണ്. പതിയെ ആ ഒരു വെള്ളം ഹീറോയെ മൊത്തത്തിൽ ഇങ്ങനെ ചുറ്റുന്നുണ്ട്. എന്നിട്ട് അവനെയും കൊണ്ട് പതിയെ മുകളിലേക്ക് ഇങ്ങനെ പോകുന്നു. ഇത് കാണുമ്പോഴത്തേക്കും ചുറ്റിനുള്ള എല്ലാവരും അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കാണ്. എന്താണ് സംഭവിക്കുന്നത് അറിയത്തില്ലല്ലോ. പെട്ടെന്ന് കാണിക്കുമ്പോഴത്തേക്കും ഓവൻ ഷൂട്ട് ചെയ്ത ആ ഒരു ബുള്ളറ്റ്, അതേപോലെ തന്നെ അവന്റെ ദേഹത്തുള്ള ആ ഒരു മുറിവ്, ഇതെല്ലാം പെട്ടെന്ന് തന്നെ ഉണങ്ങുന്നുണ്ട്. ഇതും കൂടി കണ്ട് നമ്മുടെ ഓവൻ എന്താ ചെയ്യുന്ന വെച്ചാൽ വീണ്ടും നമ്മുടെ ഹീറോയെ ഷൂട്ട് ചെയ്യും. അതും ഒന്നും രണ്ടും തവണ എന്നല്ല, ഒരുപാട് തവണ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു മുറിവുകളെല്ലാം സെക്കൻഡുകൾ കൊണ്ട് തന്നെ ഇല്ലാണ്ടായി പോവാണ്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ സംഭവിച്ച് ഇപ്പൊ അവസാനം നമ്മുടെ ഹീറോ ആ ഒരു വെള്ളം കുടിക്കാനായിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കാണ് ഹീറോ ഒരു കാര്യം കാണുന്നത്. അവന്റെ സഹോദരിയും അവളുടെ മകനും എന്തായാലും ചെറുപ്പമാവത്തില്ല. നമ്മുടെ ഹീറോയിനും അവളുടെ മകനും പെട്ടെന്ന് തന്നെ വയസ്സായിട്ട് അവർ മരിച്ചു പോകും. ഈ ഒരു വെള്ളം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാല് ആരാണോ ഇത് കുടിക്കുന്നത് അവർക്ക് അത്രയും വേണ്ടപ്പെട്ട അല്ലെങ്കിൽ അവർ അത്രയും സ്നേഹിക്കുന്നവരുണ്ടല്ലോ, അവരുടെ ചെറുപ്പം കൂടിയായിരിക്കും ഇത് കുടിക്കുന്ന ആൾക്ക് ഈ ഒരു വെള്ളം കൊടുക്കുന്നത്. അതുകൊണ്ട് അവര് മരണപ്പെട്ടു. അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലാക്കുന്ന നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാല് ആ ഒരു വെള്ളം കുടിക്കത്തില്ല. അത് വെറുതെ ഇങ്ങനെ വിടുമ്പോഴത്തേക്കും ആ ഒരു വെള്ളം പതിയെ അവനെ താഴേക്ക് തന്നെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇത് കാണുന്ന ഓവൻ പറയും, ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ടും നീ അത് ചെയ്തില്ലല്ലോ, ഇത് വലിയൊരു മണ്ടത്തരമാണെന്നും പറഞ്ഞിട്ട് ഓവൻ ഇപ്പോ നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങി വന്ന് അവന്റെ കയ്യിലുള്ള കത്തിയെടുത്ത് അവന്റെ കൈ മുറിച്ച് ആ ഒരു രക്തം താഴേക്ക് വീഴുന്നതും ഈ ഒരു വെള്ളം അവനെ മുകളിലേക്ക് തന്നെ കൊണ്ടുപോവാണ്. ആ ഒരു സമയത്താണ് നമ്മുടെ ഡിക്റ്റേറ്റീവും അതേപോലെ തന്നെ ഈസയും ഇവര് രണ്ടുപേരും ഉള്ളിലേക്ക് വന്ന് ഈ ഒരു കാര്യം കാണുന്നത്. ഈസയാണെങ്കിൽ ഇവൻ ആ ഒരു വെള്ളം കുടിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി പെട്ടെന്ന് അവിടെ നിന്ന് ഓടിപ്പോവാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിനു മുന്നേ അവളുടെ കയ്യിൽ ഒരു മൊട്ടയപ്പൂവൻ ഒരു കീ കൊടുത്തിരുന്നല്ലോ. ഇപ്പൊ ആ ഒരു കീ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു മൊത്ത സ്ഥലവും ക്ലോസ് ചെയ്യുന്നത്. അതും കൊണ്ടുവന്നിട്ട് ഒരു റൂം അവളങ്ങനെ തുറന്നിട്ട് അതിനകത്തേക്ക് പോകുമ്പോഴത്തേക്കും വലിയൊരു മണിയുണ്ട്. അത് പിടിച്ചിങ്ങനെ അടിച്ചു കൊടുക്കുന്നതും ഇവരകത്തേക്ക് വരുമ്പോഴത്തേക്കും ഒരുപാട് പസിലെല്ലാം സോൾവ് ചെയ്തിട്ട് കുറെ റൂമുകളെല്ലാം കഴിഞ്ഞിട്ടാണല്ലോ ഉള്ളിലേക്ക് വന്നത്. അതെല്ലാം ഇപ്പൊ പതിയെ പതിയെ ക്ലോസ് ആവുകയാണ്.
ഇവിടെ ആണെങ്കിൽ നമ്മുടെ ഓവൻ ആ ഒരു വെള്ളം ഇങ്ങനെ കുടിക്കാനായിട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു വെള്ളത്തിന്റെ പവർ എങ്ങനെയാണ്, നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ആ ഒരാളുടെ പവർ ആയിരിക്കുമല്ലോ നമുക്ക് കിട്ടുന്നത്. പക്ഷെ വില്ലനെ സ്നേഹിക്കായിട്ട് വേറെ ആരുമില്ല, അവൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു വെള്ളം അങ്ങനെ ലൂപ്പായിട്ട് ആദ്യം ഇവൻ ആ ഒരു വെള്ളം കുടിക്കുമ്പോഴത്തേക്കും ആദ്യം ഇവനെ ചെറുപ്പമായിട്ട് നിലനിർത്തും. എന്ന് വെച്ചാൽ അവൻ ചെറുപ്പമായിട്ട് വളരെ ചെറിയൊരു പയ്യനായിട്ട് ഇങ്ങനെ മാറുകയാണ്. പക്ഷെ പിന്നീടാണ് കാണിക്കുമ്പോഴത്തേക്കും പോകെ പോകെ അവൻ വീണ്ടും വയസ്സാവാൻ തുടങ്ങുന്നു. എന്നിട്ട് പതിയെ പതിയെ അവനൊരു സോംബി രൂപത്തിലായിട്ട് അവസാനം അവനെ ആ ഒരു വെള്ളം കൊല്ലുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ വെളിയിൽ കാണിക്കുമ്പോഴത്തേക്കും ഇവരകത്തേക്ക് വന്ന എല്ലാ കാര്യങ്ങളും അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് പുറത്ത് പോയേ പറ്റൂ. അതുപോലെ ഈ ഒരു പടിക്കെട്ടുകള് അതെല്ലാം ഇപ്പോ തിരിച്ചിങ്ങനെ കയറുമ്പോഴത്തേക്കും ഇവർക്ക് എന്തായാലും മുകളിലേക്ക് പോയേ പറ്റൂ. എല്ലാവരും ഇങ്ങനെ ഓടിപ്പോവാണ്. അങ്ങനെ ഓടിപ്പോകുമ്പോഴത്തേക്കും അവന്റെ കൂടെ വന്ന് വരുത്തുന്നുണ്ടല്ലോ, അവൻ എന്റെ മുകളിൽ നിന്നും പിടിവിട്ട് നേരെ താഴേക്ക് വീണ് അവൻ മരിക്കുന്നു. അതേപോലെ തന്നെയാണ് നമ്മുടെ ഹീറോയും പിടിവിട്ട് നേരെ ഒരു പടിക്കെട്ടിലേക്ക് വന്ന് ഇങ്ങനെ പിടിച്ചു നിൽക്കുമ്പോഴത്തേക്കും അതിന് മുന്നേ തന്നെ നമ്മുടെ ഈസ ഉണ്ടല്ലോ, അവള് വന്ന് ഹീറോയെ പിടിച്ചിട്ട് അവസരം കിട്ടിയിട്ടും നീ ആ ഒരു വെള്ളം കുടിച്ചില്ല, അതിനുവേണ്ടി ഞാൻ നിന്നെ രക്ഷിക്കാന്നും പറഞ്ഞ് അവനെ വലിച്ച് മുകളിലേക്ക് ആക്കിയിട്ട് ഇപ്പൊ അവിടെ നിന്ന് വെളിയിലേക്ക് ഇങ്ങനെ ഓടാണ്. ഓടി വരുമ്പോഴത്തേക്കും ഈ ഒരു വഴി മൊത്തത്തിൽ മൂടുന്നത് കൊണ്ട് തന്നെ ഇവർ തുറന്നു വെച്ച പല കാര്യങ്ങളും അടഞ്ഞടഞ്ഞിങ്ങനെ വരുന്നു. പല കല്ലുകൾ വന്നിട്ട് ഇവരെ കൊല്ലാണ്ട് ശ്രമിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു കല്ല് താഴേക്ക് വരുമ്പോൾ ഇവർ അതിനിടയിൽ ഞെരിഞ്ഞമർന്ന് മരിക്കാതിരിക്കാൻ വേണ്ടി ഓടുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ അതിൽ നിന്നെല്ലാം ജസ്റ്റ് മിസ്സിനെ രക്ഷപ്പെട്ട് എല്ലാവരും വെളിയിലേക്ക് വരികയാണ്. ഇപ്പോൾ വെളിയിൽ വന്ന് കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു ഡിറ്റക്റ്റീവ് ഹീറോയിനോട് പറയുന്നുണ്ട്, നിങ്ങൾ പല തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിനുള്ള തെളിവുകളൊന്നും എന്റെ കയ്യിലില്ല, അതുകൊണ്ട് നിങ്ങളെ വെറുതെ വിട്ടേക്കുന്നു എന്നും പറഞ്ഞ ആ ഒരു ഡിറ്റക്റ്റീവ് പോകുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ ഈസ ഹീറോയ്ക്ക് ഒരു ഉമ്മ കൊടുത്തിട്ട്, ഓക്കെ ഞാൻ പ്രതീക്ഷിച്ച അത്ര മോശമല്ല നീ, പക്ഷെ അത്ര നല്ലവനുമല്ല, അതുകൊണ്ട് ഇനി ഞാൻ അന്വേഷിച്ച് വരാതിരിക്കാനായിട്ട് നീ തന്നെ നിന്നെ ശ്രദ്ധിച്ചോ എന്നും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നതും ഇപ്പൊ നമ്മുടെ ഹീറോ, ഹീറോയിൻ, അവളുടെ മകൻ ഇവര് മൂന്നുപേരും സംസാരിച്ചിങ്ങനെ വരുമ്പോഴത്തേക്കും അവർ ചോദിക്കുന്നുണ്ട്, അല്ല അടുത്തായിട്ട് നമ്മളിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഒരു ട്രഷർ ഐലൻഡ് ഉണ്ട്, എന്തായാലും നമുക്ക് അവിടേക്ക് പോയാലോ എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു പോകുന്നതും ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെയ്ക്കും ബൈ.